എല്ലാം മത്സരച്ചൂടിലേക്ക് കടക്കും. 12,000-ലധികം കൗമാര താരങ്ങൾ ആണ് ഇത്തവണ മാറ്റുരയ്ക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷംനയും അനുശ്രീയുമാണ് ചേരുന്നത്. ഇരുവർക്കും ഗുഡ് മോർണിംഗ്. എന്തായാലും ഷംന, അനുശ്രീ, കലോത്സവത്തിന്റെ ആരവങ്ങൾക്ക് മുന്നിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഒരുപക്ഷെ മിനിറ്റുകൾക്കകം തന്നെ ആ വേദിയും പ്രദേശവും ഒക്കെ ആൾക്കൂട്ടം കൊണ്ട് നിറയും. 10 മണിക്കാണ് ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. എത്രത്തോളം ആവേശത്തിലാണ് തലസ്ഥാന നഗരം? അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഷംന, 10 മണി വരെ ആൾക്കാർക്ക് കാരണം നമ്മൾ ഇന്നലെ തന്നെ നമ്മൾ ഈ ആഘോഷം അതിന്റെ ഒരുക്കങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നപ്പോ രാത്രി വരെയും ഏറെ വൈകിയും ആൾക്കാരുടെ ഒരു തിരക്ക്, അതിന്റെ ഒരു മൊത്തം ഒരുക്കങ്ങൾ കാണാൻ വേണ്ടി രാവിലെയാണ് ആൾക്കാർ കുറവായിരിക്കുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ആൾക്കാർക്ക് ക്ഷമയില്ല. അവർക്ക് രാവിലെ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് 10 മണിക്ക് ഇനാഗ്രേഷൻ കഴിഞ്ഞ് 11 മണിയോടുകൂടിയാണ് മത്സരങ്ങൾ തുടങ്ങുന്നത്. ഇവിടുത്തെ കളി മാറും. അതെ, ഇവിടെ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. ഇപ്പോ മത്സരാർത്ഥികളൊക്കെ എത്തുന്നതേ ഉള്ളൂ. അവരുടെ മേക്കപ്പും ഒക്കെ കഴിഞ്ഞ് അവരെത്തുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു 11 മണിയോട് കൂടിയാണ് എല്ലാ വേദികളിലും മത്സരം തുടങ്ങുക. അതിനുശേഷം പിന്നെ ഫുൾ ഓൺ ആയിരിക്കും, അല്ലെ അനുശ്രീ? അതെ. ഒപ്പം തന്നെ ഈ 7:45 കൂടി ഫുഡിന്റെ അവിടെ ഓപ്പൺ ആകും. അങ്ങനെ മൊത്തത്തിൽ പിന്നെ ഫുൾ ആകെ വൈബാവും, കളറാവും. നമ്മളിപ്പോ ഉള്ളത് ഒന്നാമത്തെ വേദി സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. വേദിയുടെ പ്രത്യേകത എടുത്തു പറയേണ്ടതാണ്. MTയുടെ പേരിലാണ് ഈ വേദി. ആദ്യം ഭാരതപ്പുഴ എന്നാണ് ഈ വേദിക്ക് പേര് നിശ്ചയിച്ചിരുന്നത്. പിന്നീട് MTയെ ഓർക്കാതെ നമുക്ക് ഈ ഒരു കലോത്സവം തുടങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വേദിയുടെ പേര് മാറ്റി MT നീള എന്നാക്കി. പ്രധാന വേദിയുടെ പേര് മാറ്റി ഇങ്ങനെ രണ്ട് വലിയ രീതിയിൽ ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റിയ, കലോത്സവം ആസ്വദിക്കാൻ പറ്റിയ അങ്ങനെ രീതിയിലാണ് ഇപ്പോൾ ഇത്തവണ സ്റ്റേജും എല്ലാം അടിപൊളിയായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേജിന്റെ സംഘാടകരെ ശരിക്കും സമ്മതിക്കണം. കുട്ടികളുടെ സേഫ്റ്റി നോക്കണം. അതോടൊപ്പം തന്നെ എല്ലാവരും കയറി വരുമ്പോൾ ആദ്യം കാണുന്ന വേദിയാണ്, ആദ്യം എത്തുന്ന വേദിയാണ്. അപ്പൊ ആ വേദിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സൗന്ദര്യവും വേണം. അതെ, തീർച്ചയായിട്ടും. അത് അതിന്റെ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത ഓരോ ആ ഫ്ലവേഴ്സ് വെച്ചതും എല്ലാം അതുപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇനി കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല, അത്രയും തിരക്കായിരിക്കും. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ച് ഈ വേദിയിൽ, പ്രധാന വേദിയിൽ ഇന്ന് നടക്കുന്നത് സംഘ നൃത്തം, മോഹിനിയാട്ട മത്സരങ്ങളൊക്കെയാണ്. ബാക്കിൽ നിന്ന് കൊട്ടൊക്കെ കേൾക്കുന്നുണ്ട്. എക്സൈറ്റ്മെന്റ് എന്താണെന്നറിയോ? ഈ സംഘനൃത്തത്തിൽ തന്നെ ആദ്യം വേദിയിൽ കയറുന്നത്, അത് ഒന്നാമത്തെ വേദിയിൽ ആദ്യത്തെ മത്സരം, ആദ്യത്തെ ടീം, അവരുടെ ഒരു എക്സൈറ്റ്മെന്റ് എന്തായിരിക്കും? ഈ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോ നമ്മുടെ സ്കൂളിൽ കളിച്ചു വരുന്നു, ജില്ലയിൽ, സബ് ജില്ല, എങ്ങനെ കയറി വരുമ്പോൾ അവര് തന്നെ ഒരു നിമിഷത്തില് ഈ സംസ്ഥാന തലത്തിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമായിരിക്കും. അവിടെ ആദ്യത്തെ എല്ലാ ടീമും അവര് കയറുമ്പോ അവർക്കാണ് ഫസ്റ്റ് എന്ന് ഉറപ്പിച്ചിട്ടാണ് കയറുന്നത്. അത് ഇന്നലെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ കുട്ടികളും പറയുന്നു ഞങ്ങൾക്കാണ് ഫസ്റ്റ്. എല്ലാവരും അങ്ങനെ ഉറപ്പിച്ചു വരുന്നത്. പ്രത്യേകിച്ച് ഈ കോഴിക്കോട് കണ്ണൂര് ടീം ഇന്നലെ ഫസ്റ്റ് ബാച്ച് അവരായിരുന്നു എത്തിയത്. ഇന്നലെ 2 മണിയോട് കൂടിയാണ് കോഴിക്കോട് കണ്ണൂർ ബാച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. അപ്പൊ സ്വീകരണം തന്നെ നൽകി. അതെ, തീർച്ചയായും. അവരുടെ ആ സ്വീകരണ സമയത്ത് കപ്പ് വിട്ടുകൊടുക്കൂലെന്ന് കണ്ണൂരും തിരിച്ചു പിടിക്കുന്നു കോഴിക്കോട്. തിരിച്ചു തരില്ല, ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവും കപ്പ്. ആ ഒരു വൈബായിരുന്നു. അത് ഇനി കുറച്ചു കഴിഞ്ഞ ഈ പിള്ളേരൊക്കെ എത്തിക്കഴിഞ്ഞാലായിരിക്കും അതിന്റെ എല്ലാവരും എത്തുമ്പോൾ ഇത്തവണ ഒരുപാട് വർഷത്തിന് ശേഷം, 8-9 വർഷത്തിന് ശേഷമാണ് തലസ്ഥാനത്ത് വീണ്ടും സംസ്ഥാന കലോത്സവം എത്തുന്നത്. അപ്പോ ഇത്തവണ തലസ്ഥാനത്ത് നടക്കുമ്പോൾ കപ്പ് തിരിച്ചു പിടിക്കുന്നത് ഇവിടെ തിരുവനന്തപുരം ജില്ലക്കാർ. അപ്പൊ അതൊക്കെ നമുക്ക് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നോക്കി നിൽക്കുകയാണ്. ആദ്യ മത്സരം മുതൽ 11 മണി മുതൽ ഇവിടെ ഓണാവും. പ്രത്യേകിച്ച് അതിന് മുമ്പ് തന്നെ വേദികളൊക്കെ നിറയാൻ തുടങ്ങും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല, അല്ലേ അനുശ്രീ? കാരണം ആദ്യം തന്നെ സംഘനൃത്തം ആകുമ്പോൾ ഒരു കളർഫുൾ പെർഫോമൻസ്. അത് കാണാൻ എന്തായാലും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ഒന്നാമത്തെ വേദി. ഇന്ന് അങ്ങനെ ഒത്തിരി മത്സരം, ഒപ്പന ഉണ്ട്. ഈ ഒപ്പനയൊക്കെ എപ്പോഴും ഒരു കളർഫുൾ, ആൾക്കാർ എപ്പോഴും ഈ വേദികൾ നിറഞ്ഞിരിക്കും. നമുക്ക് ശരിക്കും വൈബുള്ള ഒരുപാട് പ്രോഗ്രാംസ്. തീർച്ചയായും. നമ്മളൊരു 2 മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാൻ ചെയറൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കളർഫുൾ പരിപാടികളാണ് ആദ്യ ദിവസം. എന്തായാലും
ആ പ്രോഗ്രാം തുടങ്ങി തീരുന്നവരെ ഫുൾ എനർജി ആയിരിക്കും. തീർച്ചയായും അത് ഈ കുട്ടികൾ അവർ രാവിലെ മുതൽ മേക്കപ്പ് ചെയ്ത് ഇനി നമ്മൾ ആ കാഴ്ചയിലോട്ടാണ് ഇനി അടുത്ത ഇത് പോവാൻ പോകുന്നത്. കുറച്ച് കഴിഞ്ഞാൽ അവർ ഫുൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഓരോരുത്തർ വരാൻ തുടങ്ങും. പിന്നെ അങ്ങ് രാത്രി വരെയും ഫുൾ മേക്കപ്പ്, അവർക്ക് ഒരു എന്താ പറയാ ഒന്നുമില്ല. അപ്പൊ ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ. ഇന്നലെ രാത്രി ഏറെ വൈകിയും അതിന്റെ എന്താ പറയാ ഈ അവസാന പ്രവർത്തനങ്ങൾ, ഓരോ മൈന്യൂട്ട് സംഭവങ്ങളും ഉറപ്പിച്ച് എന്താ എല്ലാം സെക്യൂർഡ് ആണെന്ന് ഉറപ്പിക്കാനുള്ള ടീം ഇവിടെ വൈകുന്നേരം രാത്രി വരെ ഉണ്ടായിരുന്നു. അതെ, ഇതാണ് നമ്മുടെ പ്രധാന വേദി. ഇവിടെയാണ് ഇന്ന് ആദ്യത്തെ മത്സരം നടക്കാൻ പോകുന്നത്. വളരെ കളർഫുള്ളായി അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഔദ്യോഗിക ഉദ്ഘാടനം 10 മണിക്കാണ്. അതിന് മുമ്പ് പതാക ഉയർത്തലുണ്ടാവും. ഇത്തവണ കൊടിമരത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, ശ്രദ്ധിച്ചോ? എല്ലാ തവണത്തെയും പോലെ കൊടിമരമല്ല, അതൊരു വീണയാണ്. ആ വീണയിലാണ് ഇത്തവണ ഫ്ലാഗ് ഓഫ്. അതിനുശേഷം മുഖ്യമന്ത്രി ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. പിന്നെ 11 മണിയോടുകൂടി മത്സരങ്ങൾ തുടങ്ങും. പിന്നെ ഫുൾ ഓണാണ്. അതാണ് ഈ കലോത്സവത്തിന്റെ ഈ ആദ്യത്തെ ദിവസത്തെ ഒരു എന്താ പറയാ എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ് അതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെ ഷംനയും അനുശ്രീയും ഇപ്പോൾ വേദിയിൽ നിന്നുകൊണ്ടാണ് വാർത്തയുടെ വിശദാംശങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. പ്രധാന വേദിയിൽ ആണ്. അവർ സൂചിപ്പിച്ചതുപോലെ ആദ്യ മത്സരം ആ വേദിയിൽ നടക്കാൻ പോകുന്നത് സംഘനൃത്തമാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, നമ്മുടെ പല കലാരൂപങ്ങളും നിലനിന്ന് പോകുന്നത് തന്നെ ഈ കലോത്സവം ഉള്ളതുകൊണ്ട് മാത്രമാണ്. സംഘനൃത്തം എന്നതൊക്കെ കൃത്യമായ അങ്ങനെ എഴുതപ്പെട്ട അല്ലെങ്കിൽ ലിഖിതമായ നിയമങ്ങൾ ഒന്നുമുള്ള കലാരൂപമല്ല. ഓരോ കാലഘട്ടത്തിലും അതിങ്ങനെ മോഡിഫൈ ചെയ്തു വരുന്ന ഒരു കലാരൂപം ആണ്. ഈ സമകാലിക സംഭവങ്ങളുമൊക്കെയായി ബന്ധപ്പെടുത്തിയുള്ള കഥകൾ ആണ് അതിൽ നൃത്തരൂപേണ അവതരിപ്പിക്കുന്നത്. ആ വരികൾക്കാണ് അവർ ചുവട് വയ്ക്കാറുള്ളത്. അതോടൊപ്പം തന്നെ വേഷത്തിൻ്റെ പ്രത്യേകത, പണ്ടൊക്കെ സ്വീകരിച്ചിരുന്ന പരമ്പരാഗതമായ ഒരു ശൈലി ആണ് സംഘനൃത്തത്തിനുണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ഡ്രസ്സിംഗ് രീതികൾ ഒക്കെ സംഘനൃത്തത്തിൽ അവലംബിക്കുന്നുണ്ട്. എന്തായാലും അതിനിടയിൽ ഇരുവരും സൂചിപ്പിച്ച ഒന്ന്, ഈ സാധാരണ കൊടിമരത്തിൽ പതാക ഉയർത്തിക്കൊണ്ട് ആണ് സ്കൂൾ കലോത്സവം ആരംഭിക്കുന്നത്. എന്നാൽ ഇത്തവണ ഈ 63ാമത് സംസ്ഥാന കലോത്സവത്തിന് പതാക ഉയരുന്നത് കൊടിമരത്തിൽ അല്ല, പകരം പ്രധാന വേദിയിൽ ഒരുക്കിയിരിക്കുന്ന വേണയുടെ ശില്പത്തിൽ ആണ്. യുവജനോത്സവത്തിന് എത്തുന്നവർക്ക് ആദ്യം കണ്ണുടക്കുന്നതും സെൽഫി പോയിന്റും ഇവിടെ തന്നെയാണ്. എടാ കൊള്ളാലേ? നീയല്ല ശില്പം. അത് തന്നെ പറഞ്ഞേ, കൊള്ളാലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ? അപ്പൊ ഇതിന്റെ ഈ ആശയം തലയിൽ ഉദിച്ച ആളും ഇതിന്റെ ശില്പിയും നമ്മുടെ ഒപ്പം ഉണ്ട്. നമുക്ക് അവരോട് ഒന്ന് ചോദിച്ചു നോക്കാം എന്തായിരുന്നു ഈ ഐഡിയയുടെ പിന്നിലെന്ന്. സാറിന്റെ ഐഡിയ ആയിരുന്നല്ലോ വളരെ പെട്ടെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശപ്രകാരം വളരെ പെട്ടെന്ന് ഒരു ആശയം വേണമെന്ന്. അപ്പോൾ അന്നേരം നമുക്ക് ആലോചിച്ചപ്പോൾ ഏതായാലും ഈ കലാത്സവത്തിൻ്റെ ഭാഗമായപ്പോൾ ഒരു കലാരൂപം തന്നെ വേണമെന്നുള്ള മനസ്സിൽ വന്നു. അപ്പോൾ അത് അനുസരിച്ച് പെട്ടെന്ന് അങ്ങ് മനസ്സിൽ വന്നു ഒരു വീണായാലെന്ത്. അപ്പോൾ നമ്മുടെ ഡയറക്ടർ താഴെയുള്ള ശില്പങ്ങളൊക്കെ സാധുപോകാൻ ഡയറക്ടറിൻ്റെ നിർദ്ദേശമാണ്. ബാക്കി ഈ ആശയം വന്നു. അത് നമ്മൾ ഉടൻ തന്നെ നമ്മുടെ ഗ്രൂപ്പുണ്ട്, നമ്മുടെ വിദ്യാഭ്യാസ ജില്ലയിലെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിലെ കലാധ്യാപകരെ വിളിച്ചു. 2 മണിക്കൂർ കൊണ്ട് തന്നെ അവർ എത്തിച്ചേർന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് അവിടെ വെച്ച് തന്നെ അതിൻ്റെ ഡ്രോയിങ് ശരിയാക്കി. അപ്പോൾ അക്സെപ്റ്റ് ചെയ്തു, DGക്ക് അത് സമ്മതമായി അക്സെപ്റ്റ് ചെയ്ത് നമ്മളത് ചെയ്യാൻ എല്ലാം വളരെ പെട്ടെന്ന് പകലുമായി ഒരു 8ഓളം ദിവസം കൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റിയത്. മുമ്പത്തെ കലോത്സവത്തിനൊക്കെ എങ്ങനെ ചെയ്തിട്ടുണ്ട്? നമ്മുടെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം കോഴിക്കോടായിരുന്നു. കോഴിക്കോട് അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് എനിക്ക് അവിടെ ചുമതല ഉണ്ടായിരുന്നു. കോഴിക്കോട് സ്റ്റേജിന്റെ ചുമതല എനിക്കായിരുന്നു. ഒരു ഗിത്താർ അതെന്റെ മനസ്സിലുണ്ടായിരുന്നു. അതൊരു ഗിത്താർ, വീണ, അങ്ങനെ സംഗീതത്തിനോട് എന്തെങ്കിലും ഒരു പ്രത്യേക പ്രിയമുണ്ടോ? ഇങ്ങനെ സംഗീതോപകരണം അല്ല, ഇത് കലോത്സവമല്ലേ. കലോത്സവം എപ്പോഴും നമ്മുടെ മനസ്സിൽ മുഴുവൻ കലയായിരിക്കുമല്ലോ. കല നമ്മുടെ ഇനി ഉള്ള ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിലും ശരീരത്തിലും എല്ലാം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കലയാണ്. ഇനി അടുത്ത പോകുന്ന 7-8 ദിവസം കലയുടെ കൂടെയാണ്. ഇപ്പോൾ ഈ ആർട്ട് വർക്ക് ചേട്ടൻ്റെയാണ്. എത്ര ദിവസത്തെ പണിയുണ്ട്? ഇത് ഒരു 12 ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു. 12 ദിവസം നമുക്ക് വെക്കേഷൻ ടൈമായിരുന്നു. ഈ സമയത്താണ് നമ്മൾ ചെയ്തത്. ഇത് സാറ് പറഞ്ഞു നമ്മുടെ കൊടിമരത്തിൻ്റെ പകരമാണ് വീണ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കാണാൻ പാടില്ല, പക്ഷെ കൊടിമരമേ കാണാൻ പാടില്ല, വീണയ്ക്കകത്ത് തന്നെ ഇതെല്ലാം വേണമെന്നുള്ള പറഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മുടെ DPയുടെ സാനോ സാറാണ് താഴെയുള്ള ആർട്ട് ഫോം നിഹാരിക സ്റ്റൈലിൽ വേണമെന്ന് പറഞ്ഞിട്ട് സാറ് പറഞ്ഞു. അപ്പോൾ ഇത് മൊത്തത്തിൽ ടീം വർക്കായിരുന്നു. മൊത്തത്തിൽ
സാറ്, നമ്മുടെ സുരേഷ് ബാബു സാറ്, ഇവിടെ എല്ലാവരുടെയും ഞങ്ങളുടെ അധ്യാപകർ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ആശയത്തിൽ നിന്നാണ് ഇത് മുന്നോട്ട് പോയത്. അപ്പോൾ സാറ് നമ്മുടെ കളക്ടർ പറയുണ്ടായി 5 അടി ഹൈറ്റിൽ ഈ ഒരു ഇത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഞങ്ങളൊരു ഫൈബറിൽ ചെയ്യുക എന്നുള്ളതാണ്. ഫൈബറിൽ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് തെർമോക്കോളിൽ ചെയ്തതിന് ശേഷം ഇതിനൊരു പൊട്ടിയിട്ടതിന് ശേഷം ഇതിനകത്ത് ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് ഗോൾഡും കോപ്പറും പെയിൻ്റ് അടിച്ചിട്ടാണ് ഈ കാണുന്ന ഈ 6 ശില്പങ്ങളും ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ ഈ വീണ എങ്ങനെ ചെയ്യുമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇത് 15 അടി ഉയരത്തിൽ വേണം, ബലമുണ്ടാവണം. അപ്പോൾ ഞങ്ങൾ വെള്ളി ചെയ്തതിന് ശേഷം നെറ്റ് കൊണ്ടുള്ള മെറ്റൽ കൊണ്ട് ഇത് മൊത്തം കവർ ചെയ്ത്, എന്നിട്ട് തെർമോക്കോൾ ഷീറ്റ് ചെയ്ത് അക്രിലിക് പെയിൻറ് ചെയ്ത് അങ്ങനെയാണ് വെൽഡ് ചെയ്തിട്ടാണ് ഈ 15 അടി ഹൈറ്റിൽ ഇത് നിർത്തിയിരിക്കുന്നത്. പിന്നെ താഴത്തെ പോർഷനിൽ അത് ഞങ്ങളുടെ കൂടെ ഒരു ആശയമായിരുന്നു. അവിടെ തിരുവനന്തപുരത്തിൻ്റെ ബേസ് ചെയ്യുന്ന, തിരുവനന്തപുരത്തിൻ്റെ പൈതൃകം നിറഞ്ഞു നിൽക്കുന്ന എല്ലാ ആശയങ്ങളും ഉൾക്കൊണ്ടുള്ള ലൈൻ ഡ്രോയിങ് അത് നമ്മൾ മൾട്ടിവുഡിലാണ് ചെയ്തത്. മൾട്ടിവുഡിൽ ലൈൻ ഡ്രോയിങ് ആയിട്ടാണ് അത് വരച്ചിരിക്കുന്നത്. താഴത്തെ ചുറ്റിലും വരച്ചിരിക്കുന്ന ആ ഒരു ആർട്ട് ഫോമാണ്. അപ്പോൾ ഈ ഇത്രയും പണി നമ്മളൊരു ടീമാണെങ്കിലേ അത് സാധ്യമാവുള്ളൂ. ടീം വർക്കായിട്ട് മുന്നോട്ട് പോയാൽ എല്ലാവരും ഒരുപോലെ ഒരേ മനസ്സിൽ പോയാൽ. അപ്പോൾ നിങ്ങളുടെ ഒരു ടീമിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉറപ്പായിട്ട് ഇത് ടീം വർക്കാണ്. ഇപ്പോൾ സാറ് മിക്കവാറും ചോദിക്കും, നമ്മുടെ സുരേഷ് സാറ് ഇടയ്ക്ക് നിന്നിട്ട് ആ സാറ് ചോദിക്കുന്നു പറയുന്നതും ഞങ്ങളോട് ചോദിക്കും, അപ്ഡേറ്റ് ചെയ്യും. അതിൻ്റെ ഫോട്ടോസ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യണം. അതിൻ്റെ വർക്കിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അത് ഉറപ്പായിട്ട് ഇത് നന്നായിട്ട് ചെയ്യണം. നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതാണ്. നമ്മുടെ കലാ അധ്യാപകരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവണം. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും അതിനകത്ത് പങ്കെടുപ്പിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പലരും വന്നിട്ടുണ്ടായിരുന്നു. ചിലർക്കൊക്കെ ഈ ക്രിസ്മസും വെക്കേഷനും അതിലേക്ക് ആയതുകൊണ്ട് മാറിയെന്നാണ്. അപ്പോൾ സാറിന് ചോദിക്കാനുള്ളത്, ഈ നമ്മുടെ ഒരു ആശയം പറയുമ്പോൾ അതിനതുപോലെ ഇങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്ന ടീമാണ്. ഞാനിവിടെ DO ആയിട്ടിരുന്ന സമയത്ത് നമ്മുടെ DO ഓഫീസ് തന്നെ വളരെ മനോഹരമായി ഇത് ചെയ്തിട്ടുണ്ട്. ഈ കലാധ്യാപകരുടെ ഗ്രൂപ്പുണ്ട്, ജില്ലയിൽ നല്ലൊരു ഗ്രൂപ്പുണ്ട്. അതിൻ്റെ ഒരു പിൻബലത്തിന്, അതിൻ്റെ ഒരു ശക്തിയും കൊണ്ടാണ് ഞാനത് ഏറ്റെടുക്കാൻ DG ഡയറക്ടർ പറഞ്ഞപ്പോൾ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടായത്. ചെയ്യാൻ പറ്റും. ആ ആത്മവിശ്വാസം സാധിച്ചു കഴിച്ചു. ഓരോരുത്തർക്ക് അവർക്ക് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അവർ കൃത്യസമയത്ത് തന്നെ അത് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എല്ലാം ഷെഡ്യൂൾ ചെയ്ത സമയത്ത് ഇന്ന് രാവിലെ 6 മണിക്ക് ഇത് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ കൃത്യം 6 മണിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. വൈകിട്ട് ഇതിനു വേണ്ടി ഇതിവിടെ ഈ ലൊക്കേഷൻ ഇപ്പോൾ മാറ്റി സ്ഥാപിച്ചതാണ്, ട്രോഫി കൊണ്ടുപോയത്. അപ്പോൾ ഇത് ഭംഗിയായപ്പോൾ എല്ലാവർക്കും അതിലേക്ക് അട്രാക്ട് ചെയ്യും. അതുപോലെ കലോത്സവത്തിന് ഒരു കുട്ടി ഇപ്പോൾ തലേ ദിവസം വന്ന് കാണാൻ വേണ്ടി വരുമ്പോൾ ആ ആളിന് മനസ്സിൽ എന്തെങ്കിലും തങ്ങി നിൽക്കണം. വെറുതെ ഒരു ഗ്രൗണ്ടോ സ്റ്റേജോ കണ്ടാൽ പോരാ. അവനൊരു ശരിക്കും മനസ്സിലൊരു ആശയം അല്ലെങ്കിൽ മനസ്സിലൊരു ശക്തി ഉണ്ടാവണം, കലയുമായിട്ട് ഒരു ആഭിമുഖ്യം ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ ഇത് വളരെ നേരത്തെ നാളത്തേക്കുള്ള ആവശ്യമാണ്. പക്ഷെ നമ്മൾ ഇന്നലെ തന്നെ അത് സെറ്റ് ചെയ്തു. തീർച്ചയായും. അതുപോലെ ഈ കലോത്സവത്തിന് എത്തുന്നവരുടെ മനസ്സിൽ ആദ്യം തങ്ങി നിൽക്കുക എന്തായാലും ഈ രൂപം തന്നെ ആയിരിക്കും. അത് അത്രയും ഭംഗിയായി വളരെ മനോഹരമായി നിർമ്മിച്ചത് കൊണ്ട് തന്നെയാണ് ആ രൂപം നമ്മുടെ മനസ്സിൽ പതിയുന്നത്. എന്നാലും ക്യാമറാമാൻ ഹരികൃഷ്ണനൊപ്പം ഐഷത്തിൽ ഷംന, ന്യൂസ് 18. യെസ്, എന്തായാലും അരങ്ങിൽ മാത്രമല്ല പുറത്തും ഇത്തരം അതിമനോഹരമായ കാഴ്ചകൾ ആണ്. കാലാനുസൃതമായ മാറ്റങ്ങളൊക്കെ കലോത്സവത്തിൽ നമ്മൾ ഓരോ തവണയും കാണുന്നുണ്ട്. 63ാമത് മേളയിലേക്ക് എത്തുമ്പോൾ അത്തരം മാറ്റത്തിൻ്റെ ഒരു രൂപം കൂടിയാണ് ഈ വീണ എന്നത്. തീർച്ചയായും ഇതിനിടെ നിരവധി പ്രേക്ഷകർ ഓൺലൈനിലൂടെ എല്ലാം തന്നെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ബിൻസി നിഖിൽ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ഫയാസ് വയനാട് നിന്ന് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ലിൻസി മോൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ കലോത്സവം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കലോത്സവം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ കലാവിരുന്ന് കാണുക തന്നെ വേണം എന്നുള്ളതാണ്. നേരത്തെ ഷംനയും അനുശ്രീയും പ്രധാന വേദിയിൽ നിന്ന് ചേർന്നുവെങ്കിൽ ഹരികൃഷ്ണൻ കൂടി ഉണ്ട് കലോത്സവ വേദിയിൽ നിന്ന്. ഹരി പക്ഷേ പ്രധാനപ്പെട്ടൊരു വേദിയിലല്ല, ഹരി കലവറയ്ക്ക് സമീപം ആണുള്ളത്. ഹരി ജോലിക്ക് വന്നാൽ ഓഫീസിലും അധികവും ക്യാൻറ്റീൻ ഭാഗത്തൊക്കെയാണ് കാണാറുള്ളത്. ഹരി, അതിൽ നിന്നൊരു മാറ്റമൊന്നും ഇല്ലേ? കലോത്സവ വേദിയിലും കലവറ കേന്ദ്രീകരിച്ചു തന്നെയാണോ ഹരി പോകുന്നത്? അഭിലാഷ്, കൃത്യമായി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ പഴയടത്തിന്റെ കലവറയിൽ നിൽക്കുകയാണ്. ഇവിടെ 100 പേരോളം നിൽക്കുന്ന 4 ഷിഫ്റ്റിന്റെ അടിസ്ഥാനത്തിൽ 100 പേരോളം പ്രവർത്തിക്കുകയാണ്. അത്രയധികം ഗംഭീരമോടെ തന്നെ പഴയടത്തിന്റെ 25ാമത്തെ തവണ കലോത്സവത്തിലേക്ക് ആണ് പഴയടത്തിനെ സംബന്ധിച്ചിടത്തോളം. അത് അവരുടെ 25ാമത്തെ കലവറയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോഴേക്കും 100 പേരോളം അടങ്ങുന്ന ഷിഫ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പ്രവർത്തിക്കുന്നതാണ്. നമുക്കറിയാം, ഇവരുടെ തുടക്കത്തിൽ തന്നെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 7:45 വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ടാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. തകൃതിയായി തന്നെ പഴയടത്തിന്റെ കലവറ
തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം ഇവിടെ മാങ്ങയൊക്കെ അരിഞ്ഞുകൊണ്ട് വളരെ രുചികരമായ രീതിയിൽ എന്തൊക്കെയോ വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്ന ഒരു തിരക്കിലാണ് ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ. ഇവിടെ ഉള്ളി അരിയുന്നുണ്ട്, ഇവിടെ മാങ്ങ എറിയുന്നുണ്ട്, അവിടെ അപ്പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപറ്റം ചേച്ചിമാർ പച്ചമുളകും കരിവേപ്പിലയും ഒക്കെ ആയിട്ട് അവരവരുടെ ജോലികളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൃത്യമായി ഇവിടെ ഈ കലവറ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഇന്നലെ ആയിരുന്നു പാലുകാച്ചൽ നടന്നത്. ഇന്നലെ പാലുകാച്ചൽ നടക്കുന്നു. 15,000-ഓളം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന കലവറ ഏകദേശം ഇവിടെ തന്നെ പുത്തരിക്കണ്ടം മൈതാനത്ത് ഒരു നേരത്തെ 2,000 പേരോളം ഇരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവരുടെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 2,000 പേർക്ക് ഒരു നേരത്ത് ആഹാരം കഴിക്കാമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഈ കലവറയിൽ നമുക്ക് ഓരോന്നും നോക്കുകയാണെങ്കിൽ ഓരോ വിഭവങ്ങളായിട്ട് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒരുക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ്. 7:45 കൃത്യം 7:45 ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിക്കുക. അത് അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ പുത്തരിക്കണ്ടം മൈതാനത്ത് ഭക്ഷണ കമ്മിറ്റി ചെയർമാനായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. 7:45 കൃത്യമായി ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടും എന്നുള്ളതാണ്. നമുക്ക് ഓരോ കലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും അത്രയധികം വിദ്യാർത്ഥികൾക്ക് അവരുടെ മനസ്സും വയറും നിറയ്ക്കുന്ന രീതിയിലേക്ക് രുചികരമായ ഭക്ഷണത്തോടൊപ്പം തന്നെ മികച്ച ഭക്ഷണം ഒരുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തവണ കലോത്സവ വേദി ഒരുങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഇവരെല്ലാവരും മത്സരിക്കാൻ എത്തുമ്പോൾ പോലും അവരുടെ എല്ലാവരുടെയും മനസ്സും വയറും നിറയ്ക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ആ ഒരു രീതിയിലേക്ക് തന്നെ ഇത്തവണത്തെ കലോത്സവ വേദി ഒരുക്കപ്പെടുന്നു എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ ഭക്ഷണ കമ്മിറ്റി ചെയർമാനായ ശ്രീ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോകാം. സാർ, എങ്ങനെയാണ് ഒരുക്കങ്ങൾ? എങ്ങനെയാണ് കാണുന്നില്ലേ? എല്ലാം വളരെ റെഡിയാണ്. ഇനി കുട്ടികൾ ഇങ്ങോട്ട് വന്നാൽ മതി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അവരൊരു 8 മണിയോട് കൂടി എത്തിച്ചേരുമെന്നാണ് വിചാരിക്കുന്നത് പ്രഭാത ഭക്ഷണത്തിനായിട്ട്. എല്ലാവരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറേ കുട്ടികൾ എന്തായിരുന്നാലും പ്രഭാത ഭക്ഷണത്തിൽ വരുന്നത് എല്ലാം തയ്യാറായിരിപ്പുണ്ട്. ഉച്ചയ്ക്കുള്ളത് ഭക്ഷണം റെഡിയായിക്കൊണ്ടിരിക്കുക. 4 വാർപ്പ് നിറച്ച് അവിയലുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ്. 4 വാർപ്പ് അത്രയും വേണ്ടി വരുമെന്നാണ് പറയുന്നത്. വലിയ വാർപ്പാണ്. എല്ലാം റെഡിയാണ്, ഒരു കുഴപ്പമില്ല. ഈ കുഞ്ഞുങ്ങൾ വന്നാൽ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വളണ്ടിയർമാരും എല്ലാം റെഡിയാണ്. പഴയടമാണെന്നുണ്ടെങ്കിൽ യെസ്, അതാണ് എന്തായാലും കടകംപള്ളി സൂചിപ്പിച്ച ഒരു പേര്, പഴയിടം എന്ന പേര് മലയാളികൾ കലോത്സവത്തിനോടൊപ്പം ചേർത്ത് വെക്കുന്ന, ഈ കലോത്സവത്തിൻ്റെ പ്രശസ്തിക്കും പേരിനുമൊക്കെ ഒപ്പം ചേർത്ത് വെക്കുന്ന പേരുകളിലൊന്നായി പഴയിടത്തിൻ്റെ പേര് മാറിയതും നമുക്ക് അറിയാം. അങ്ങനെ കലവറയിൽ നിന്നുള്ള കാഴ്ചകൾ ആണ്. ഹരി സൂചിപ്പിക്കുന്ന പോലെ 1-2 കുട്ടികളല്ല, 10,000-കണക്കിന് കുട്ടികൾക്കാണ് ഒരു ദിവസം ഭക്ഷണം വിളമ്പേണ്ടി വരുന്നത്. മാത്രമല്ല, ഈ കാലങ്ങളായി കലോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഈ മാംസാഹാരം, അതായത് വെജിറ്റേറിയൻ മാത്രം മതിയോ എന്നത് സംബന്ധിച്ചൊരു ചർച്ചയൊക്കെ ഉയർന്നു വന്നപ്പോൾ പോലും അന്ന് പഴയിടം ചെറിയ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞതാണ്, താനിനി കലോത്സവത്തിന് ഇല്ല എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അതിന് പകരം മറ്റൊരാളും എത്തുന്നില്ല എന്നത് തന്നെയാണ്. ഇത്തവണയും വെജിറ്റേറിയൻ ഭക്ഷണം തന്നെയാണ് നൽകുന്നത്. കാരണം 3-4 ദിവസത്തെ പ്രോഗ്രാം ആണ്. പല കുട്ടികളും കലോത്സവത്തിനായി ഇന്നലെ എത്തിയവർ ആണ്. അവർ അവസാന ദിവസം ഒക്കെ കപ്പാർക്ക എന്നൊക്കെ ഉറപ്പിച്ച ശേഷമാണ് മടങ്ങുക. അപ്പോൾ ഏറ്റവും കംഫർട്ടായിട്ടുള്ളത് വെജിറ്റേറിയൻ ഭക്ഷണം തന്നെയാണ്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു ശീലം തുടരുന്നത് എന്നതാണ്. പക്ഷേ കായിക മത്സരങ്ങളിലേക്ക് വരുമ്പോൾ അതല്ല, അവിടെ നോൺ വെജൊക്കെ ഭക്ഷണത്തിൻ്റെ മെനുവിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് അങ്ങനെയുള്ള വിഭവ കാഴ്ചകളും വരും വാർത്തകളിൽ കൂടുതലായി ഉൾപ്പെടുത്താം. ഷംനയും അതോടൊപ്പം തന്നെ അനുശ്രീയും ഒക്കെ തുടരുന്നും ഉണ്ട്. ഷംന, അനുശ്രീ, നേരത്തെ ഹരി അവിടെ കലവറയിലാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് രാവിലെ ഭക്ഷണം കഴിക്കാൻ കൂടി സൗകര്യത്തിന് ഹരി നിങ്ങളെ അവിടെ നിർത്തിയതിന് ശേഷം പോയതാണ് എന്ന് തോന്നുന്നു. എന്തായാലും ഈ കുട്ടികൾ അധികമായി എത്തിക്കൊണ്ടേ ഇരിക്കുന്നു. അല്പസമയത്തിനകം വേദി നിറയാൻ പോകുന്നു. വേദിയിൽ, അതായത് കലവറയേക്കാൾ വലിയ വിഭവം, നമ്മുടെ മനസ്സും നിറയ്ക്കുന്ന വിഭവങ്ങൾ ആണ് വരാൻ പോകുന്നത്. ആദ്യ ഐറ്റം തന്നെ ഗ്ലാമർ ഇനങ്ങളിൽ ഒന്നായ സംഘനൃത്തം. അങ്ങനെ വേദി ഉണരുകയാണ്. മറ്റു വിവരങ്ങൾ. തീർച്ചയായും അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, ഞാനൊക്കെ പണ്ട് യൂത്ത് ഫെസ്റ്റിവലിന് പോകുമ്പോൾ ഫുൾ മേക്കപ്പിലായിരിക്കുമല്ലോ നമ്മൾ രാവിലെ മുതൽ. അപ്പോൾ വിശക്കും കുറച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് ഈ മേക്കപ്പ് പോവാതിരിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് വാ പൊളിച്ച് മേലൊക്കെ നോക്കി വാ പൊളിച്ചിട്ടൊക്കെയാണ്, ലിപ്സ്റ്റിക് ഒന്നും പോവാണ്ടിരിക്കാൻ വേണ്ടി. അതൊക്കെയാണ് എനിക്കിപ്പോൾ കലവറയെന്ന് ഹരി പറയുന്നത് കേട്ടിട്ട് ഓർമ്മ. അനുശ്രീക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഓർമ്മകൾ കലോത്സവത്തിന്റെ? ഷംന പറഞ്ഞ പോലെ തന്നെ പൊതുവേ ഞാനിങ്ങനെ പാട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിലൊക്കെയാണ് പങ്കെടുത്തിട്ടുള്ളത്. പക്ഷെ ഒരു തവണ ഞാൻ ഒപ്പനയ്ക്ക് പാട്ട് പാടാൻ പോയി. അപ്പോൾ പാട്ട് പാടുന്നവർക്ക് മേക്കപ്പ് വേണമല്ലോ.
അപ്പൊ മേക്കപ്പ് ഇട്ട് നീ പറഞ്ഞ പോലെ തന്നെ മണിക്കൂറുകളോളം ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ വിശന്നു. നീ പറഞ്ഞ പോലെ തന്നെ വാ പൊളിച്ച് വേല മറ്റേ പക്ഷിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കില്ലേ, അതുപോലെ ആയിരുന്നു ഫുഡ് കഴിച്ചിരുന്നത്. സത്യം പറഞ്ഞ ഇപ്പൊ ആലോചിക്കുമ്പോ ഭയങ്കര രസമാണ് ആ ഒരു മൊമെന്റ്. എന്നാ നമുക്ക് അനുശ്രീയുടെ ഒരു പാട്ടായാലോ? എന്തായാലും ആവാലോ. പഴയ ഓർമ്മകളൊക്കെ. പഴയ ഓർമ്മകൾ പഠിച്ച പാട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ നമ്മൾ പാട്ടൊക്കെ പാടും. കാരണം നമ്മുടെ സൗണ്ടും കുറച്ചുകൂടെ ക്ലിയർ ആവുമല്ലോ. അങ്ങനെ പാട്ട് പാടും. അപ്പൊ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടുണ്ട്, അത് പാടാം. അറിയാതെ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ ആത്മാവിലെ പൂങ്കോടിയിൽ വൈഡൂര്യമായി വീണു നീ നീരവരാവിൽ ശ്രുതി ചേർന്ന വിണ്ണിൽ മൃദുരവമായി നീ ലയമഞ്ജരി സ്വരമാ പൊൻവീണയിൽ സ്വപ്നം മലരാ എൻ കൈക്കുമ്പിളിൽ. അടിപൊളിയായിട്ടുണ്ട് അനുശ്രീ. നമ്മള് രാവിലെ തന്നെ മൈൻഡൊക്കെ ഭയങ്കര റിലാക്സ്ഡ് ആയി പോകുന്ന പോലെ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഈ കോമ്പറ്റീഷന് പോകുന്ന സമയത്താണെങ്കിൽ ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് പാട്ട് പാടുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ്. ഈ പാട്ടിലേക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നു നമുക്ക് തോന്നിപ്പോ. പ്രത്യേകിച്ച് നമുക്ക് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ഒരു സോഫ്റ്റ് മെലഡി ഒക്കെ ആയിട്ട് എനിക്കൊക്കെ അങ്ങനെ ഭയങ്കര റിലാക്സ്ഡ് ആവും. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് നല്ല സന്തോഷമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. എന്തായാലും നമ്മുടെ പ്രധാന വേദിയിൽ ഇപ്പോൾ ഫുൾ കളറായി വരികയാണ്. മന്ത്രി GR അനിൽ എത്തിയിട്ടുണ്ട് ഇവിടെ. ഇനി നിമിഷ നേരം കൊണ്ട് തന്നെ എന്തായാലും പ്രധാനപ്പെട്ട ആണെങ്കിൽ ആളുകളൊക്കെ കൂടി തുടങ്ങി ഇപ്പൊ തന്നെ. അതെ അതെ. ഇനി പ്രത്യേകിച്ച് ഇനി ഇപ്പോ മേയർ MLA ഉൾപ്പെടെ ഉള്ളവർ എത്തും. ഏറെ വൈകാതെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ 10 മണി ആകുമ്പോഴേക്കും ഔദ്യോഗിക ഉദ്ഘാടനത്തിന് വേണ്ടി എത്തും. എന്തായാലും ആ ഒരു മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണിപ്പോ. തീർച്ചയായും വളരെ ഈ പ്രധാന വേദി വളരെ കളർഫുൾ ആയി മാറിക്കൊണ്ടിരിക്കുന്നു ഓരോ സെക്കൻഡിലും. ഇനി അത് അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. ഓരോ കൂടുതൽ കളർഫുൾ ആവുന്നതല്ലാതെ അതിനൊരു മങ്ങല് സംഭവിക്കില്ല. അത് കോമ്പറ്റീഷൻസ് കൂടി വരുമ്പോഴത്തേക്കും തീർച്ചയായും അതിന്റെ ഒരു എനർജിയും കൂടി വരും. പ്രത്യേകിച്ച് നമ്മള് പണ്ടൊക്കെ നമ്മൾ പറയില്ലേ ഈ ഇനാഗ്രേഷൻ ഔദ്യോഗിക പരിപാടി ഒന്നും കാണാൻ ചിലപ്പോൾ ആളുണ്ടാവില്ലെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. കലോത്സവം എപ്പോഴും അതിന്റെ എല്ലാ പരിപാടിയും, അതിന്റെ ഇനാഗ്രേഷൻ ആയിക്കോട്ടെ സമാപനം ആയിക്കോട്ടെ എല്ലാതും അടിപൊളിയാണ്. അതിനെല്ലാത്തിനും പ്രധാന കാരണമുണ്ട് ഷംന. ഈ കലോത്സവ വേദികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. വേറൊരു ഉത്സവത്തിന് പോകുന്ന പോലെ അങ്ങനെയൊന്നല്ല. ഒരു എനർജി ആ കലോത്സവ വേദിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തീരുന്നവരെ, അല്ലെങ്കിൽ ഏത് ജില്ലയ്ക്കാണോ കപ്പ് കിട്ടിയത് അവരത് മേടിച്ച് തിരിച്ചു പോകുന്നത് വരെ ആ ഒരു എനർജി അതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യും. തീർച്ചയായും അതാണ്. പ്രത്യേകിച്ച് ഈ ഒരുപാട് മുമ്പുള്ളവര് അവരുടെ ഓർമ്മകൾ കൂടിയാണ്. കലോത്സവത്തിലൂടെ വന്ന കുറേ പേരുണ്ടാവും. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പോൾ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അധ്യാപകര്, ഈ നൃത്തമൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർ, അവരൊക്കെ ഒരുപക്ഷെ കലോത്സവ വേദികളിലൂടെ വളർന്നു വന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു ഓർമ്മകളാണ്. അവര് നമ്മൾ പറയില്ലേ നമ്മൾ പിച്ച വെച്ച് നടന്ന അതുപോലെയൊക്കെയാണ് അവര് അതിനെ. നമ്മൾ പണ്ട് കലോത്സവത്തിന് പോയിട്ടുണ്ടല്ലോ. അപ്പൊ ഈ പഠിച്ചൊക്കെ കഴിഞ്ഞ് പഠിച്ചിറങ്ങിയതിന് ശേഷം നമ്മൾ കലോത്സവം കാണാൻ പോകുമ്പോ ചില പ്രോഗ്രാംസ് ഒക്കെ കാണുമ്പോ ഉള്ളിന്നൊരു സങ്കടം വരും. എനിക്കത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഞാനത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന ഒരാളാണല്ലോ. അതുപോലെ ഓർമ്മകളായവറക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. ചിലപ്പോ കരയുന്ന ആളുകളുണ്ടാവും, എനിക്കിതിന് പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഈ വിദ്യാർത്ഥികളുടെ സെയിം എനർജിയാണ് ഈ പാരന്റ്സിനും ടീച്ചേഴ്സിനും ഉള്ളത്. ഫസ്റ്റ് അവര് ഈ ആദ്യ ദിവസം ഇവിടെ വന്ന് ആ ഫസ്റ്റ് പ്രോഗ്രാം തൊട്ട് അവസാന ദിവസം വരെയും ആ കപ്പും കൊണ്ട് പോകുന്ന അത് വരെയും വിദ്യാർത്ഥികൾ എങ്ങനെയാണോ നിൽക്കുന്നത് അവരോടൊപ്പം സെയിം എനർജിയിൽ അവരെക്കാൾ ഒരുപക്ഷെ അവരെക്കാൾ ഒരു ആവേശം മുന്നിൽ ഈ പാരന്റ്സും ടീച്ചേഴ്സും തന്നെ ആയിരിക്കും അല്ലെ അനുശ്രീ? അതെ അതെ. കാരണം എവിടെയെങ്കിലും ഒന്ന് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ അവരെ ഒന്ന് എൻകറേജ് ചെയ്യാൻ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുക എന്ന് പറയില്ല, അതുപോലെ ആയിരിക്കും ടീച്ചേഴ്സും പാരന്റ്സ് ഒക്കെ നിൽക്കുന്നുണ്ട്. അതുപോലെ ഇനി ഒരുപാട് കാഴ്ചകൾ നമ്മൾ ഇനി 10 മണിക്ക് ശേഷം ഓരോ വേദികളിലും കാണാൻ പോവാണ്. അതാണ് എന്റെ പേടി. ഇതാണ് നമ്മൾ എല്ലാ വേദിയിലും ഓടി എത്തണം.
നോട്ട് ചെയ്ത് വെക്കണം, ഏതൊക്കെ മത്സരങ്ങൾ എപ്പോഴൊക്കെയെന്ന് നോക്കി വെക്കണം. അതൊക്കെയാണ് ഇനി മെയിൻ പരിപാടികളുള്ളത്. എന്തായാലും പ്രധാന വേദിയിൽ ഇപ്പൊ തന്നെ തിരക്കായി തുടങ്ങി. നമുക്ക് ആ ഒരു ഈ ചെയറിലൊന്നും ആളില്ലെങ്കിൽ കൂടി അതിന്റെ അപ്പുറത്ത് വേദിക്ക് പുറത്തായി ആൾക്കാരിങ്ങനെ കൂടി തുടങ്ങി. അല്ല അനുശ്രീ? തീർച്ചയായും. എന്തായാലും ഷംന, അനുശ്രീ, നമുക്ക് വേദിക്ക് പുറത്തുള്ള കാഴ്ചകൾ എല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഒപ്പം ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട മറ്റു റിപ്പോർട്ടുകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതിനിടെ അനുശ്രീ അടിപൊളിയായ ഒരു ഗാനം കൂടിയാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. കലോത്സവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ എത്തുമ്പോൾ ഏത് റിപ്പോർട്ടർമാർക്ക് മുന്നിലും ഉണ്ടാകുന്ന ഒന്ന്, അവിടെ എത്തുന്ന കുട്ടികൾ, മത്സരാർത്ഥികൾ അനുശ്രീയെ പോലെ വലിയ കോൺഫിഡൻസ് കാണിക്കും. സാധാരണ ഈ രാവിലെയൊക്കെ ആര് ഇപ്പോൾ പാട്ട് അറിയാവുന്ന ആളോട് പോലും ഒരു പാട്ട് പാടാവോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു ചെറിയ മടിയൊക്കെ കാണിക്കും, പാടണോ വേണ്ടയോ എന്നൊക്കെ. അനുശ്രീ ഷംന ചോദിച്ച ആ നിമിഷം തന്നെ പാട്ട് പാടുന്നു എന്നുള്ളതാണ്. കലോത്സവത്തിലും അങ്ങനെയാണ്. ഈ മത്സരത്തിന് ശേഷം റിപ്പോർട്ടർമാർ, മാധ്യമപ്രവർത്തകർ, മറ്റ് കലാകാരന്മാർ, സിനിമ, കലാ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവരൊക്കെ എത്തുകയും അവിടെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവരുടെ ഐറ്റത്തെക്കുറിച്ചൊക്കെ ചോദിച്ചാൽ അവർ വാചാലമാകുമെന്ന് മാത്രവുമല്ല, ആ നിമിഷം തന്നെ അവർ ആ കലാവിരുന്ന് അത് നമുക്ക് മുന്നിലും പ്രകടമാക്കാൻ തയ്യാറായി നിൽക്കും. അവർ അങ്ങനെ പ്രകടമാക്കുകയും ചെയ്യും. അത് അവരുടെ ഒരു കോൺഫിഡൻസ് തന്നെയാണ്. അത്രമേൽ ചിട്ടയായ പരിശീലനം ആണ് അവർ നേടിയിട്ട് കലോത്സവത്തിന് എത്തുകയും ചെയ്യുന്നത്. ഒപ്പം കലോത്സവവുമായി ബന്ധപ്പെട്ട മറ്റു കാഴ്ചകളിലേക്ക് പോകുമ്പോൾ കലോത്സവത്തിൻ്റെ സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയിൽ താരങ്ങളായി മാറിയ ഒരു അഡാർ ടീമുണ്ട്. ഇവരുടെ കയ്യിൽ ഉള്ളത് നിസ്സാര സംഭവമൊന്നുമല്ല. കൈയും മെയ്യും മറന്നുള്ള ഇവരുടെ പ്രകടനം കണ്ടാൽ ആരും വായും പൊളിച്ച് നോക്കി നിൽക്കും. സ്വർണ്ണക്കപ്പ് വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റിംഗ് ഫാക്ടർ ദാ എൻ്റെ പുറകെ നിൽക്കുന്ന ഈ ടീമാണ്, ടീം പൂജപ്പുര. ഇവരുടെ റോളർ സ്കേറ്റിംഗ് അഭ്യാസ പ്രകടനങ്ങൾ ഘോഷയാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമായി മാറുകയും ചെയ്തു. ഇവരൊക്കെ, ഈ പിള്ളേരെയൊക്കെ പരിശീലിപ്പിക്കുന്ന സന്തോഷ് കുമാറാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. ആദ്യം തന്നെ എങ്ങനെയാണ് ഇവർ ഒരുമിപ്പിച്ചെടുത്തത്? ഈ ഘോഷയാത്രയുടെ ഐഡിയ എങ്ങനെയാണ്? ഇവരുടെയൊക്കെ കഴിവ് കണ്ടിട്ട് സത്യം, പ്രത്യേകിച്ച് ആ റോഡിലൊക്കെ ഇറങ്ങി കണ്ടപ്പോൾ നമ്മൾ നെഞ്ചെങ്ങനെ ഇടിച്ചു പോയി. നമുക്ക് അങ്ങനെ പരിചിതമല്ലേ ഇവരെ കാണുമ്പോൾ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ കോച്ചിങ് പ്രോസസ്സ്, ട്രെയിനിങ് എല്ലാം? അതായത് ഇതിനകത്ത് ഞങ്ങളുടെ ടീം പൂജപ്പുര എന്ന് പറഞ്ഞൊരു ടീമാണ്. അതിൻ്റെ കോച്ചാണ്. പിന്നെ കേരള റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ്റെ ടെക്നിക്കൽ കൺവീനർ കൂടിയാണ് ഞാൻ. എൻ്റെ കോച്ചുമാണ്. അവർ പ്രാക്ടീസ് ചെയ്യുന്നു. ഞങ്ങളുടെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു ഇങ്ങനെ ഇറങ്ങണം എന്ന് പറഞ്ഞു. പല സ്കൂളിലുള്ള കുട്ടികളാണ്. ഇതിന് ജില്ലാ സംസ്ഥാന ദേശീയ മത്സരങ്ങളിലെല്ലാം മെഡൽ നേടിയ പല കുട്ടികളുമുണ്ട്. ഒരുപാട് കുട്ടികളുണ്ട്. പല സ്കൂളിൽ നിന്നും വന്ന് മത്സരിക്കുകയാണ്. അങ്ങനെ മത്സരിച്ച കുട്ടികളാണ് ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായി ഞങ്ങൾ വന്നത്. എനിക്കറിയാം, ഞാൻ നിങ്ങളൊക്കെ ഇപ്പം നിങ്ങൾ എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ്. പക്ഷേ കുറച്ച് നേരം എനിക്ക് വേണ്ടി ഒന്ന് നിൽക്കണേടാ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇവരൊക്കെ പല സ്കൂളുകളിൽ നിന്നാണെന്ന് പറയുന്നു. അപ്പം ഇവരെ ഒരുമിപ്പിച്ചെടുക്കുക, ഇവരെ ഒരുമിച്ച് ട്രെയിൻ ചെയ്യിക്കുക, ഇതിൻ്റെ പ്രോസസ്സ്? അത് ഞങ്ങളുടെ പൂജപ്പുരയിലാണ് ഇവർ പ്രാക്ടീസ് ചെയ്യുന്നത്. ആ പൂജപ്പുര എന്ന് പറഞ്ഞാൽ നല്ലൊരു ടീമാണ്. തിരുവനന്തപുരത്തിലെയും ഏറ്റവും നല്ല മെഡൽ കിട്ടുന്ന ഒരു ടീമാണ്. അവർ പൂജപ്പുര വന്ന് പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ ഒരു 20-25 കൊല്ലത്തിന് മുമ്പ് നമ്മുടെ ചെയർമാനാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അവർകൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കുട്ടികളെ നമ്മുടെ ക്ലബ്ബിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് കുറച്ച് പേരുടെ ആരും ഇവിടെ സംസാരിക്കുക, ഒരാൾ വോളണ്ടറിലി സംസാരിക്കുമല്ലേ? എൻ്റെ പേരെന്താ? തേജസ്. തേജസ്, എങ്ങനെയാണ് നിങ്ങൾ മൊത്തത്തിലൊരു ടീമിന്റെ കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പറേഷൻ കാര്യങ്ങളൊന്ന് പറയും? നല്ലതാണ്. ഗുഡ് കോച്ചിങ്സ്. അല്ല, ഇതിന് വേണ്ടിയിട്ട് മാത്രം ട്രെയിൻ ചെയ്തോ ഈ ഘോഷയാത്രയുടെ പ്രോഗ്രാമിന്? അങ്ങനെയല്ല, അല്ല, സാധാരണ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഏതൊക്കെ സ്കൂളിലാണ്? ഞാൻ കുറച്ച് പേരുടെ മാത്രം ചോദിക്കാം. സ്ത്രീകളും കൂടെ മുന്നോട്ട് വാ. എന്താ പേരെന്താണ്? നേഹ. എവിടെയാണ് പഠിക്കുന്നത്? കോട്ടൺ ഹില്ല്. ഓക്കെ. അപ്പോൾ ഇതിലേക്ക് വന്നതിന്റെ ഒരു ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെയാണ് റോളർ സ്കേറ്റിംഗ്? ഞാൻ 3.5 വയസ്സ് തൊട്ട് ഇത് പഠിക്കാൻ തുടങ്ങി. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇത് പ്രൊഫഷനായിട്ട് തന്നെയാണ് പഠിക്കുന്നത്. അല്ലാതെ ഇതിന് മാത്രമായിട്ടല്ല, ഫുള്ളോടെ കോച്ചിങ് ചെയ്യുന്നതാണ്. സന്തോഷ് സാർ, ഇത് എത്ര വയസ്സ് തൊട്ടുള്ള പിള്ളേർ? 2 വയസ്സ് മുതൽ സ്കേറ്റ് ചെയ്യാൻ പറ്റും. എത്ര വയസ്സിന് വേണമെങ്കിലും സ്കേറ്റ് ചെയ്യാം. 2.5 വയസ്സ് മുതൽ ആർക്ക് വേണമെങ്കിലും. നിങ്ങളുടെ ടീമിൽ എത്ര വയസ്സ് തൊട്ടുള്ള ആളുകൾ? 2.5 വയസ്സ് മുതലുള്ള കുട്ടികളുണ്ട്. അതെ. ഞാൻ ചോദിക്കുന്ന ഓരോ പ്രായം അനുസരിച്ച് ഇവർക്ക് കൊടുക്കുന്ന കോച്ചിങ്ങും കാര്യങ്ങൾക്കും അതനുസരിച്ചുള്ള എങ്ങനെയാണ്? അതെ. അതായത് നമ്മൾ ഇവരെല്ലാവരും ചെയ്യുന്നത് സ്പീഡ് സ്കേറ്റിംഗ് ആണ്. സ്പീഡ് റോഡും റിങ്ക് റേസുമാണ് ചെയ്യുന്നത്. ഇവർ സ്പീഡും റോഡും റിങ്കും ചെയ്യുന്നതിൽ
മിടുക്കന്മാരായുള്ള കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഓരോ ഏജ് ഗ്രൂപ്പുണ്ട്. ആ ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് മത്സരത്തിനിറക്കും. അങ്ങനെ മത്സരത്തിനിറക്കി ജില്ലാ, സ്റ്റേറ്റ്, നാഷണൽ മെഡലും ചാമ്പ്യന്മാരും ആയവരാണ് ഈ നിൽക്കുന്നവർ. ഞാൻ നിന്നോടൊന്ന് ചോദിക്കട്ടെ, കാരണം ഞാൻ ബൈറ്റ് എടുത്തോണ്ടിരുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് വേദനിക്കുന്ന പോലെ എനിക്ക് ചോദിച്ചു. അമ്മേന്നൊന്ന് വിളിച്ചില്ലേ? സത്യം പറ, എന്തോ പെട്ടെന്ന് വേദനിച്ച പോലെ? പേരെന്താ? വൈഷ്ണു. വൈഷ്ണു, ഇതിന്റെ പിന്നിൽ റോളർ സ്കേറ്റിംഗിലേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തിന് എങ്ങനെയാ വന്നത് ഈ ആഗ്രഹം? ഞാൻ ആദ്യമായിട്ട് റോഡിൽ ഇങ്ങനെ സ്കേറ്റ് ചെയ്യണ കണ്ട അപ്പൊ തൊട്ട് എനിക്ക് ചേരണമെന്നും ഒക്കെ ആഗ്രഹം. എത്ര വയസ്സുണ്ടാ? എനിക്കിപ്പോ 11 വയസ്സ്. നീ എപ്പോഴാണ് തുടങ്ങുന്നത് ഇത് ആഗ്രഹം? തുടങ്ങുന്നത് എപ്പോഴാണ് സ്കേറ്റിംഗ് തുടങ്ങുന്നത്? ഞാൻ 5 വയസ്സ് തൊട്ട്. 5 വയസ്സ് തൊട്ട് തുടങ്ങുന്നതാണ്. ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ശിവൻകുട്ടി സാർ തന്നെ വരുന്നു എന്ന് പറയുന്നു, അദ്ദേഹം തന്നെയാണ് ചെയർമാൻ. നിങ്ങളുണ്ടാവുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് സംസാരിക്കാമോ? അതായത് ഞങ്ങൾക്ക് ഒരു 20 കൊല്ലത്തിന് മുമ്പ് അദ്ദേഹം MLA ആവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അക്കാഡമിയുടെ, കേരള റോളർ സ്കേറ്റിംഗ് അക്കാഡമിയുടെ ചെയർമാനാണ്. അദ്ദേഹം ഒരുപാട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ കോർപ്പറേഷൻ്റെ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ റിങ്ക് ചെയ്യുന്നത്. അദ്ദേഹം മേയറായിരുന്ന സമയത്തും നമ്മുടെ അക്കാഡമിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്തുണ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ടീം പൂജപ്പുര ആൾ ഓവർ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഘോഷയാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റിംഗ് ടീമായിരുന്നു ഇവര്. ഞാൻ 3, 2, 1 പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഹേന്ന് വിളിക്കണം. ഉറക്കെ, നിങ്ങൾ ഏറ്റവും വലിയ ശബ്ദത്തിൽ. ഇത്രയും എനർജി നിങ്ങൾ എവിടെ കാണിച്ചോ അതിനേക്കാൾ എനർജി എനിക്ക് നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, ഒരുമിച്ച് 3, 2, 1. ക്യാമറമാൻ അനുശ്രീക്കൊപ്പം ഹരികൃഷ്ണൻ, ന്യൂസ് 18 കേരള. യെസ്, അങ്ങനെ അനന്തപുരിയിലേക്ക് എത്തിയ ഘോഷയാത്രയിൽ പോലും ഇങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകൾ ആയിരുന്നു. അതോടൊപ്പം തന്നെ അനന്തപുരിയെ എന്നും മലയാളികൾ ഓർക്കുന്നത് പത്മനാഭന്റെ പേരിൽ ആണ്. ഇത്തവണ കലോത്സവ വേദിയായ പത്മനാഭന്റെ മണ്ണിൽ പത്മനാഭന് വേണ്ടി വ്യത്യസ്തമായ സംഘനൃത്തവുമായി എത്തിയിരിക്കുകയാണ് ഒരു സംഘം. നല്ല അടിപൊളി ഡാൻസ് ആണല്ലോ. നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? നമ്മൾ ട്രിവാൻഡ്രത്ത് തന്നെ ഉള്ളതാണ്. ട്രിവാൻഡ്രത്ത് തന്നെയുള്ളത്. അതെ. ഇപ്പൊ ആരാണ് നിങ്ങൾ ഇത് പഠിപ്പിച്ചത്? ഡാൻസ് ശരത് സാറും സനൽ സാറും. അപ്പൊ തലസ്ഥാനത്താണ് നമ്മുടെ ഇപ്രാവശ്യത്തെ കേരള കലോത്സവം നടക്കുന്നത്. അതിലും വലിയൊരു പ്രത്യേകതയാണ് തലസ്ഥാനത്തെ പത്മനാഭന്റെ മണ്ണിൽ പത്മനാഭന്റെ തന്നെ ഒരു ഡാൻസ് കളിക്കുകയാണ് ഇവര്. കുറച്ചുകൂടെ സ്റ്റെപ്പ് ഇടാൻ പറ്റുമോ? എത്ര നാളെടുത്ത് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് ഇത്ര പെർഫെക്റ്റ്? 4-5 മാസമായി. അപ്പൊ ക്ലാസ് ഒക്കെ കട്ടായി കാണില്ലേ? കൊറേ കട്ടായി. എങ്ങനെ ഇത് പഠിച്ചെടുക്കും ഇനി? അത് വീട്ടിൽ പോയി ട്യൂഷൻ. വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും ഡാൻസിന് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നല്ല സപ്പോർട്ടാണ്. ടീച്ചേഴ്സും നല്ല സപ്പോർട്ടാണ്. നല്ല രീതി പഠിപ്പിച്ച സാറ് വന്നിട്ടുണ്ടോ ഇങ്ങോട്ട് നിങ്ങളുടെ കൂടെ? ഇങ്ങോട്ട് വന്നിട്ട് സാർ എന്താ പറഞ്ഞ ഇങ്ങോട്ട് വരുമ്പോ ഫസ്റ്റ് അടിച്ചിട്ട് കപ്പടിച്ചിട്ട് തിരിച്ചു പോകണം? അതാണ് എല്ലാവരും ആഗ്രഹം. നമ്മൾ മാക്സിമം കളിക്കും. അതെ അല്ലേ? എന്താ എല്ലാവരുടെ പേരെന്താ? ദിയ, മീനാക്ഷി, മാളവിക, ലിയ, ഗീതു മൽഹാർ, ആദ്യ, ഋഷിക. കൂട്ടുകാരിനെ വിട്ടപ്പോ ഭയങ്കര ഒത്തൊരുമയല്ലേ എല്ലാവർക്കും? നിങ്ങളൊക്കെ എത്രയില പഠിക്കുന്നവരാ? 8, 9, 10, ഒരു 10, ഒരു 9. ടീച്ചേഴ്സ് ഒക്കെ കൂടെ വന്നിട്ടുണ്ട് അല്ലേ? ടീച്ചേഴ്സ് ഇപ്പൊ വന്നില്ല, നാളെ എല്ലാ ടീച്ചേഴ്സും വരും. അപ്പോ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? ടൈറ്റ് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നാളോട്ടെ നമ്മൾ നേരത്തെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്. എല്ലാ മൈന്യൂട്ട് മിസ്റ്റേക്ക് നമ്മൾ നോക്കി പ്രാക്ടീസ് ചെയ്തു. ഒരുപാട് വഴക്കൊക്കെ കേട്ട് കാണും. അപ്പൊ വഴക്ക് ഡെയിലി കേൾക്കും. എന്താ സാറ് പറയാ? തെറ്റിപ്പോകുമ്പോ എന്തായാലും വഴക്കുണ്ടാവല്ലോ. തെറ്റിപ്പോകുമ്പോൾ നമ്മൾ എന്തോ കേൾക്കും, വിട്ടകളയും. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ വിഷമമൊന്നും തോന്നാറില്ല, നമ്മൾ നല്ലതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇഞ്ചുറി ഒക്കെ ആർക്കെങ്കിലും വന്നായിരുന്നോ പ്രാക്ടീസിന്റെ ഇടയ്ക്ക്? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? അപ്പൊ അതിന്റെ ഒക്കെ ഇനി സ്റ്റേജിൽ ഉണ്ടാവും. സ്റ്റേജില് ഒരു നല്ല റിസൾട്ട് പ്രതീക്ഷിക്കും. ബാക്കിയുള്ള അതായത് നിങ്ങൾക്ക് ഇത് എതിരാളികളായിട്ട് വരുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? നമ്മളെ മാക്സിമം കളിക്കും, അവരവരെ മാക്സിമം കളിക്കും. നമ്മൾ അതിനേക്കാട്ടിലും നല്ലപോലെ കളിക്കും. A grade വാങ്ങിച്ചിട്ടേ നമ്മൾ പോകത്തുള്ളൂ. ഉറപ്പാണ്, നമ്മൾ വാങ്ങിച്ചിട്ടേ പോകത്തുള്ളൂ. ഫസ്റ്റ് വാങ്ങിച്ചിട്ടേ നമ്മൾ പോകത്തുള്ളൂ. അത് പോരാ, ഇനി കുറച്ചുകൂടെ 3, 2, 1 ആ ഉറപ്പ് പോരാ, എനിക്ക് കുറച്ചുകൂടെ പവർ വേണം.
നമ്മൾ ഉറപ്പായിട്ട് ഫസ്റ്റ് വാങ്ങും. ഇതിലും പവർ വേണം. പവർ എന്താ പറയണേ? മാക്സിമം ട്രൈ ചെയ്യുന്ന അല്ല ഉറപ്പായിട്ടും വിൻ ചെയ്യും. ഓക്കേ റെഡി 3 2 1 സ്റ്റാർട്ട്. ഞങ്ങൾക്ക് എ ഗ്രേഡ് വേണമെന്നാണ് താല്പര്യം. ഞങ്ങളെ മാക്സിമം കളിക്കും. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. യുപിയിൽ നമ്മൾ ജില്ല വരെ പോയി. നമ്മൾ സ്റ്റേറ്റ് നമ്മള് 5 പേര് കിട്ടിയിട്ടുണ്ട് ജില്ലയിലൊക്കെ. ഇത് അപ്പൊ എല്ലാരും ആദ്യമായിട്ടാണ് സംസ്ഥാനത്തിലോട്ട് ഞങ്ങൾ 5 പേര് ആദ്യമായിട്ടാണ്, 6 പേരും ആദ്യമായിട്ടാണ്. ചേച്ചി 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. യുപിയിലെ ജില്ലാതലം നമുക്ക് ഫസ്റ്റ് ആയിരുന്നു 5 വർഷവും. അപ്പൊ അവിടുത്തെ ഒരു അനുഭവം എന്തായിരുന്നു? നല്ല അനുഭവമായിരുന്നു. ക്ലാസ് ഒക്കെ അങ്ങനെ നല്ല അനുഭവമായിരിക്കും എനിക്കറിയാം, കാരണം ഫസ്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ നല്ല അനുഭവമായിരിക്കുമല്ലോ. അങ്ങനെയല്ല, അവിടുത്തെ കോമ്പറ്റീഷൻ എങ്ങനെയായിരുന്നു? ടൈറ്റ് ആയിരുന്നു. പക്ഷേ HS വെച്ച് നോക്കുമ്പോൾ HSന് അത്ര ടൈറ്റ് അല്ല. HSനാണ് കൂടുതലായിട്ട് കോമ്പറ്റീഷൻ വരുന്നത്. യുപിയുടെ കാട്ടിയും കൂടുതൽ. സ്റ്റേറ്റ് അല്ലേ, 14 ജില്ല വരെയല്ലേ ഉള്ളൂ. അപ്പൊ ഇതാകുമ്പോൾ സ്റ്റേറ്റിലോട്ട് പോകുമല്ലോ, അപ്പൊ കോമ്പറ്റീഷൻ കൂടും. ആൻഡ് ഭയങ്കര ടൈറ്റ് ആണ് കോമ്പറ്റീഷനൊക്കെ. എല്ലാ ജില്ലയിലും ടൈറ്റ് ആണ്. 14 ജില്ലയിൽ നിന്നും അപ്പീലും കൂടെ ആയിട്ട് കുറെ വരും. അപ്പൊ നമ്മൾ മാക്സിമം കളിക്കും. നമ്മൾ എ ഗ്രേഡ് വാങ്ങാതെ പോകത്തില്ല. ഇവര് നമ്മൾ വിചാരിച്ച പോലെയല്ല, ഇതിനെപ്പറ്റി ആധികാരികമായി ഒക്കെ പഠിച്ചു വന്ന ആൾക്കാരാണ്. അപ്പോ ഇവർക്ക് തന്നെ ഫസ്റ്റ് കിട്ടട്ടെ, വരുന്ന എല്ലാവരും നല്ല രീതിയിൽ മത്സരിക്കട്ടെ. എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. ക്യാമറാമാൻ ഹരീഷിനോടൊപ്പം അനുശ്രീ, ന്യൂസ് 18. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. ജിടെക് ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. നമ്മുടെ ഇന്നത്തെ വാർത്താ ദിനം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെ മനോഹരമായ കാഴ്ചകളോടുകൂടി തന്നെയാണ് എന്നുള്ളതാണ്. നേരത്തെ അനുശ്രീ പാട്ടുപാടിയപ്പോൾ ഞാൻ പ്രേക്ഷകരോട് സൂചിപ്പിച്ചിരുന്നു, ഇനി ഈ കലോത്സവ വേദിയിൽ കാണാൻ പോകുന്നത് ഇത്തരത്തിൽ ആത്മവിശ്വാസമുള്ള കുട്ടികളുടെ ഒരു നിരയായിരിക്കുമെന്ന്. ഈ സംഘനൃത്തത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ അതിനെക്കുറിച്ച് വാചാലരാകുന്നു. ഒരു സ്റ്റെപ്പ് കാണിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അവർ ആ സ്റ്റെപ്പ് കാണിക്കുന്നു. മാത്രമല്ല, അനുശ്രീ ഒരു പ്രതികരണം തേടിയപ്പോൾ ഒരു കുട്ടി കൂട്ടത്തിൽ ഒരാളുടെ പേര് ചോദിച്ചില്ല, അതുകൂടി ചോദിക്കൂ എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റി, ആ ഒരു ഐക്യം നമ്മുടെ കുട്ടികൾക്കിടയിൽ നിന്ന് അനാവശ്യമായ ഒട്ടേറെ പ്രവണതകൾ ഓരോ ദിവസവും നമ്മൾ ടെലിവിഷനിലൂടെയും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു കാഴ്ച, ആ കാഴ്ച ഈ കലോത്സവ വേദികളിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്, നമ്മൾ ഒരിക്കലെങ്കിലും കലോത്സവ വേദിയിൽ പോകണം. അവിടുത്തെ കുട്ടികളുടെ കൂട്ടായ്മ അടക്കം ആ സൗഹൃദ വലയം, ആ വൈബ് യഥാർത്ഥത്തിൽ ആസ്വദിക്കുക തന്നെ വേണം. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. സ്കൂൾ കലോത്സവ പരാതികൾ പരിഗണിക്കാൻ പ്രത്യേക ട്രൈബ്യൂണൽ സ്ഥാപിക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയും IAS ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്ന 3-അംഗ ട്രൈബ്യൂണലിനെ നിയോഗിക്കണം. കലോത്സവ പരാതികൾ പരിഹരിക്കാനായി വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താനാവില്ല എന്നും കോടതി. സംസ്ഥാന സ്കൂൾ കലോത്സവം നാളെ മുതൽ. വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് ജില്ലാ അതിർത്തിയായ തട്ടത്തുമലയിൽ ഏറ്റുവാങ്ങി. മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ആദ്യ ബാച്ചിന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണവും നൽകി. 12,000-ഓളം പ്രതിഭകളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതികളും സർക്കാർ ഉദ്യോഗസ്ഥരും ചേർന്ന് ഗൂഢാലോചന നടത്തിയതായി ക്രൈംബ്രാഞ്ച്. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കുക എന്നതായിരുന്നു പ്രതിയുടെയും കൂട്ടുനിന്നവരുടെയും ഉദ്ദേശം. കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ആണ് ക്രൈംബ്രാഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത്. കേസ് കോടതി നാളെ വീണ്ടും പരിഗണിക്കും. എറണാകുളം കലൂരിലെ വിവാദ നൃത്തപരിപാടി സംഘാടകർ ആയ മൃദംഗ വിഷൻ MD നികോഷ് കുമാറിന് ഇടക്കാല ജാമ്യം. ഈ മാസം 7-ാം തീയതി വരെയാണ് ജാമ്യം അനുവദിച്ചത്. നേരത്തെ അറസ്റ്റിലായ കമ്പനി MD ഷമീർ അബ്ദുൾ റഹീം, സ്റ്റേജ് കരാറുകാരൻ ആയ ബെന്നി, ഓസ്കർ ഇവന്റ് ഉടമ കൃഷ്ണകുമാർ എന്നിവരുടെ ഇടക്കാല ജാമ്യം നീട്ടി നൽകി.
രാവിലെ തുടരുകയാണ്. ശശി എന്നൊരു പ്രേക്ഷകൻ ന്യൂസ് 18 ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ശശി. നമുക്ക് മറ്റു വാർത്തകൾ കൂടി, കലോത്സവ വാർത്തകളിൽ നിന്ന് മറ്റു വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷന്റെ സന്ദർശനം ഇന്ന്. തർക്കഭൂമിയിൽ ആദ്യമായാണ് കമ്മീഷൻ എത്തുന്നത്. പ്രദേശവാസികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. രേഖകളുടെ, അതായത് ഭൂമിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട രേഖകളുടെ വിശദമായ പരിശോധന വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അടുത്ത മാസം കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് നൽകുകയും ചെയ്യും. കൊച്ചിയിൽ നിന്ന് ആജ്ഞയാണ് ചേരുന്നത്. ആജ്ഞ, അവിടെ നിരാഹാര സമരം 84ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സമരക്കാർക്ക്, ഭൂ ഉടമകൾക്ക് ഒക്കെ ചെറിയൊരു ആശ്വാസമാകും എന്ന് പ്രതീക്ഷിക്കാവുന്ന സന്ദർശനമാണ് നടക്കാൻ പോകുന്നത്. എപ്പോഴേക്ക് ഈ സന്ദർശനം ആരംഭിക്കും? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഇന്ന് 10 മണിയോട് കൂടിയാണ് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ മുനമ്പത്ത് സന്ദർശനം നടത്തുന്നത്. അദ്ദേഹത്തിനോടൊപ്പം റവന്യൂ ഉദ്യോഗസ്ഥരും ഉണ്ടാകും, റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം 10 മണിയോട് കൂടിയാണ് മുനമ്പത്ത് സന്ദർശനം നടത്തുന്നത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ആദ്യമായാണ് മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷൻ സന്ദർശനം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ, ഭൂമിയുടെ അവകാശം, അതായത് തർക്കം ഉന്നയിക്കുന്ന ഭാഗങ്ങൾ, ആ ഭൂമി, അതിന്റെ അതിർത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം മുനമ്പത്തെ ആളുകൾ ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ സന്ദർശനത്തിൽ തങ്ങളുടെ ആവലാതികൾ മാക്സിമം ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. കാരണം ജുഡീഷ്യൽ കമ്മീഷൻ നേരെ അദ്ദേഹം മുനമ്പത്തേക്ക് എത്തുകയാണ്. അവിടുത്തെ വേളാങ്കണ്ണി മാതാ പള്ളിയുടെ പാരിഷ് ഹാളിൽ വെച്ചിട്ടായിരിക്കും സന്ദർശനം നടത്തുക. ഭൂ ഉടമകളുമായിട്ടും അതുപോലെ സമരസമിതിയുമായും ജുഡീഷ്യൽ കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തോടൊപ്പം റവന്യൂ ഉദ്യോഗസ്ഥരും ഉണ്ടാകും. മാത്രമല്ല, ഇന്ന് 84ാം ദിവസത്തിലേക്ക് സമരം കടക്കുമ്പോൾ റിസോർട്ട് മാഫിയാണ് സമരത്തിന് പിന്നിലുള്ള ആസൂത്രിതമായ നീക്കം, അങ്ങനെ വരുത്തി തീർക്കാനുള്ള ആസൂത്രിതമായ നീക്കമുണ്ട്. ആ ഒരു ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മുനമ്പം സമരസമിതി. കാരണം ഇത്ര വലിയ ഒരു സമരത്തെ ഇതിന് പിന്നിൽ റിസോർട്ട് മാഫിയ ആണ് എന്ന് വരുത്തി തീർക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു എന്നുള്ള കാര്യവും കൂടി മുനമ്പം സമരസമിതി ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതും ജുഡീഷ്യൽ കമ്മീഷനെ അവർ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 84ാം ദിവസമാണ് ഇന്ന് മുനമ്പത്തെ റിലേ നിരാഹാര സമരം തുടങ്ങിയിട്ട്. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുനമ്പത്ത് ഈ റിലേ നിരാഹാര സമരം തുടങ്ങിയത്. 84ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ എത്തുന്നത്, അതും നേരിട്ട് മുനമ്പം ഭൂമിയിലേക്ക് എത്തുന്നത് അല്പ ആശ്വാസം നൽകുന്ന ഒരു നീക്കമാണ് എന്നാണ് മുനമ്പം നിവാസികൾ, ഭൂമിയുടെ ഉടമകൾ വിലയിരുത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, 10 മണിയോടുകൂടി അദ്ദേഹം അവിടെ എത്തുമ്പോൾ മുനമ്പത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും, അതുപോലെ തർക്കബാധിത പ്രദേശങ്ങൾ ഒക്കെ നേരിട്ട് സന്ദർശിക്കുകയും കാണുകയും ചെയ്യുമെന്നാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘം കാണാൻ ഈ മുനമ്പത്തെ പ്രശ്നബാധിത പ്രദേശങ്ങളെല്ലാം സന്ദർശിക്കാനുള്ള സാധ്യതയും കൂടി നോക്കിക്കാണേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 84ാം ദിവസമാണ് ഇന്ന് മുനമ്പത്തെ സമരം ഇത്തരത്തിൽ ഈ കമ്മീഷൻ അവിടേക്ക് എത്തുന്നു. സമരം സൂചിപ്പിക്കുന്ന പോലെ 84ാം ദിവസത്തിലേക്ക് വരും ദിവസങ്ങളിൽ ഈ സമരം കൂടുതൽ ശക്തിപ്പെടുത്താൻ തന്നെയാണല്ലോ സമരസമിതിയുടെ തീരുമാനം. പ്രത്യേകിച്ച് മനുഷ്യച്ചങ്ങല, അതിരൂപതകളുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങലയടക്കം തീർത്തുകൊണ്ട് ഈ വിഷയം കൃത്യമായി അധികൃതരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക എന്നതുകൂടിയാണല്ലോ സമരക്കാരുടെ. ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഈ സമരത്തിന് പിന്നിൽ ബാഹ്യശക്തികളാണ്, റിസോർട്ട് മാഫിയാണ് എന്ന് പറയുമ്പോൾ പോലുമൊക്കെ ഈ സമരത്തിന് നേതൃത്വം നൽകുന്നതും ആ സമരത്തിൽ അണിനിരക്കുന്നതുമൊക്കെ നിരവധി സാധാരണക്കാരായ ആളുകളും ആണല്ലോ. അഭിലാഷ്, ഇത് തീർത്തും സാധാരണക്കാരെ മാത്രം ബാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം തന്നെയാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമാണ് എന്നാണ് മുനമ്പം ജനത മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് റിസോർട്ട് മാഫിയയാണ് ഈ മുനമ്പത്തെ വഖഫ് ഭൂമിയുടെ പിന്നിലുള്ള, വഖഫ് ഭൂമി ഉന്നയിച്ച പ്രശ്നത്തിനും ഈ പിന്നിൽ വഖഫ് ഭൂമി അവകാശം ഉന്നയിച്ച ഭൂമിയുടെ മേൽ അത് മുനമ്പത്തെ ഭൂമി, മുനമ്പം ജനതയുടെ
പേരിലുള്ളതാണ് എന്നുള്ള അവകാശവാദവുമായി ഈ സമരസമിതിയെ രംഗത്തിറക്കിയിരിക്കുന്നത് മുനമ്പത്തെ റിസോർട്ട് മാഫിയയാണ് എന്നുള്ള ആരോപണമാണ് അവർ തള്ളിക്കളയുന്നത്. ആ ആരോപണത്തെയാണ് ചൂണ്ടിക്കാണിച്ചത്. അത് ആരോപണം മാത്രമാണ് എന്നുള്ള കാര്യം കഴിഞ്ഞ 84 ദിവസം കൊണ്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യവുമാണ്. പക്ഷേ 85-ാം ദിവസം, അതായത് നാളെയാണ് വൈപ്പിൻ മുതൽ മുനമ്പം വരെ ഇതിന് കൂടുതൽ സമരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മനുഷ്യച്ചങ്ങല കൂടി രൂപീകരിക്കാൻ മുനമ്പം സമരസമിതി മുനമ്പം സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ ഈ വൈപ്പിൻ മുതൽ മുനമ്പം വരെയുള്ള അത്രയും നീളത്തിൽ മനുഷ്യച്ചങ്ങല തീർക്കാനാണ് മുനമ്പം സമരസമിതിയുടെ. അങ്ങനെ മുനമ്പം സമരസമിതി അവരുടെ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് കമ്മീഷന്റെ സന്ദർശനം. അത് വലിയ പ്രതീക്ഷയോടെയാണ് ഇവർ കാണുകയും ചെയ്യുന്നത്. ഒപ്പം ആജ്ഞയിലേക്ക് തന്നെ പോകേണ്ട മറ്റൊരു വാർത്തയുള്ളത്, താരസംഘടനയായ അമ്മയുടെ കുടുംബസംഗമം ഇന്ന് നടക്കുന്നു എന്നുള്ളതാണ്. രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് കുടുംബസംഗമം. 240 കലാകാരന്മാർ പങ്കെടുക്കുന്ന കായിക വിനോദ പരിപാടികളും ഇതിനോടൊപ്പം തന്നെ ഉണ്ടാകും. അമ്മയുടെ 30 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഈ അമ്മ അംഗങ്ങളോടൊപ്പം കുടുംബാംഗങ്ങളും ഒത്തുചേർന്നുകൊണ്ടുള്ള വിപുലമായ പരിപാടികൾ നടക്കുന്നത്. ആജ്ഞ, നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമ്മയിൽ ഭാരവാഹികൾ രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അമ്മ എന്ന സംഘടന വിമർശിക്കപ്പെടുന്ന അതൊരു ചിലരുടെ കൈകളിൽ മാത്രമാണ്, അവരാണത് നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഈ കുടുംബയോഗങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ എല്ലാവർക്കും അവരുടേതായ ഒരു ഇടം ലഭിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങൾക്ക് അല്ലെങ്കിൽ ആ സംഘടനയിലേക്ക് അതിലെ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് തന്നെയാണോ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ജൂണിലാണ് മോഹൻലാലിന്റെ നേതൃത്വത്തിൽ 18-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അമ്മ താരസംഘടനയുടെ തലപ്പത്തേക്ക് എത്തുന്നത്. അതേ തുടർന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതും തുടർന്നുള്ള വിവാദങ്ങളും നമ്മൾ കണ്ടത്. തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് അമ്മയുടെ ആ സമയത്ത് ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദീഖിനെതിരെ ആരോപണം വരികയും ജനറൽ സെക്രട്ടറി രാജിവെക്കേണ്ടുന്ന സാഹചര്യം. മാത്രമല്ല അതിന് തൊട്ടു മുൻപ് തന്നെ ഈ അമ്മയുടെ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമ്മയുടെ ആളുകൾ പ്രതികരിക്കാത്തതിനെ തുടർന്ന് വലിയ വിമർശനം ഉയരുകയും തുടർന്ന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു താരസംഘടനയുടെ നേതൃത്വത്തിൽ വാർത്താ സമ്മേളനം വിളിക്കുകയും ആ വാർത്താ സമ്മേളനം വലിയ വിവാദത്തിലേക്കും വലിയ ചർച്ചകളിലേക്കും ഇടം വെച്ചതോടുകൂടിയാണ് തുടർന്ന് അടുത്ത ദിവസം തന്നെ, അതായത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അമ്മയുടെ ജനറൽ സെക്രട്ടറിയുടെ നേരെ ഈ ലൈംഗിക ആരോപണം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടക്കം പിരിച്ചുവിടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ സമയത്ത് എല്ലാവരും തുടർന്ന്, അതായത് മമ്മൂട്ടി, മോഹൻലാൽ അടക്കമുള്ള പ്രധാന ലീഡേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളോട് ആലോചിച്ച ശേഷം അവരുടെ കൂടി തീരുമാനമായിരുന്നു ഇത്തരത്തിൽ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുക എന്നുള്ളത്. അതേ തുടർന്ന് ഓഗസ്റ്റ് 27-നാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടത്. തുടർന്നൊരു അഡ്ഹോക് കമ്മിറ്റിയാണ് ഇത് എങ്ങോട്ട് നിയന്ത്രിച്ചുകൊണ്ട് വരുന്നത്. പക്ഷെ 2 മാസത്തിനുള്ളിൽ പുതിയ കമ്മിറ്റിയെ എടുക്കും, അല്ലെ പുതിയ കമ്മിറ്റി രൂപീകരിക്കുമെന്നൊക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നെങ്കിൽ പോലും അതുണ്ടായില്ല. ഈ അഡ്ഹോക് കമ്മിറ്റി തന്നെയാണ് ഇപ്പോഴും കുടുംബയോഗങ്ങൾക്കായാലും മറ്റു കാര്യങ്ങൾക്കായാലും, അതായത് മറ്റ് ഇവരുടെ കൈനീട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്, അവശ്യ കലാകാരന്മാർക്ക് സാമ്പത്തികം നൽകുന്ന കാര്യങ്ങളുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തതും ഇവരൊക്കെ തന്നെയാണ്. എന്തായാലും ഈ ഒരു, അതായത് പഴയ ജനറേഷൻ 25 വർഷത്തിന് ശേഷം ഇടവേള ബാബു ഭരണം അവസാനിപ്പിച്ചിറങ്ങി പുതിയൊരു കമ്മിറ്റി നിലവിൽ വന്നു എന്നുള്ള ഒരു അട്രാക്ഷൻ കൂടി ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇനി അങ്ങോട്ട് പുതിയ തലമുറയെ കൂടി ഈ കാര്യങ്ങൾ ഏൽപ്പിക്കണമെന്നുള്ള നീക്കത്തിൽ തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ 2 മാസങ്ങളായി ഇവർ ഓൺലൈൻ മീറ്റിങ്ങുകളൊക്കെ കൂടുന്നുണ്ട്, കുടുംബയോഗങ്ങൾ കൂടുന്നുണ്ട്. എന്തായാലും നമുക്ക് മീഡിയയ്ക്ക് അതിലേക്ക് എൻട്രി ഇല്ല, മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കില്ല, അതവരുടെ ഒരു പ്രൈവറ്റ് ഇതായിട്ട് മാത്രമാണ് കണ്ടാൽ മതി എന്ന് തന്നെയാണ് അതിന്റെ നിലവിലുള്ള ഭാരവാഹികൾ, അഡ്ഹോക് കമ്മിറ്റിയുടെ ഭാഗമായുള്ള ആളുകൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷമുണ്ടായ വിവാദങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ഇവന്റിലേക്ക്, കാരണം കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തിയുള്ള കായിക മേളകളും അതുപോലെ
കലാ സംരംഭങ്ങളും ഒക്കെ കലാ മത്സരങ്ങളും ഒക്കെ നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത്. 3 പതിറ്റാണ്ടിന്റെ ചരിത്രമുള്ള സംഘടനയാണ്, താരസംഘടനയാണ്. ഒപ്പം താരസംഘടന എന്ന നിലയിൽ അവർക്ക് ഇത്തരം ചടങ്ങുകളൊക്കെ നടത്തുന്നതിന് ചില പരിമിതികളും ഉണ്ടാകും. കാരണം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അതിന് കൃത്യമായ ഷെഡ്യൂൾ ഒന്നുമില്ല. പല ആളുകൾക്കും പല സമയത്താണ് ഷൂട്ടിംഗ് അവസരമുണ്ടാകുന്നത്, പല പ്രദേശങ്ങളിലായിരിക്കും ഷൂട്ടിംഗ് നടക്കുക. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമ്മ എന്ന സംഘടനയും ഏറെ വിമർശനങ്ങൾ നേരിട്ട ഒരു പശ്ചാത്തലമുണ്ട്. അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ആ സംഘടനയ്ക്ക് സാധിക്കാതെ പോകുന്നു എന്ന വിമർശനമൊക്കെയാണ് ഉണ്ടായത്. ഇതിനിടയിൽ ആണ് ഇപ്പോൾ ഇങ്ങനെയൊരു യോഗം നടക്കുന്നത്. ഇനി നമുക്ക് ശബരിമലയിലേക്ക് പോകുമ്പോൾ ശബരിമലയിൽ ഭക്തജന തിരക്ക് വർദ്ധിക്കുകയാണ്. ഏതാണ്ട് 1 ലക്ഷത്തിന് മുകളിലേക്ക് തീർത്ഥാടകർ കഴിഞ്ഞ ദിവസം അവിടെ ദർശനം നടത്തി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ശബരിമലയിലെ വരുമാനത്തിൽ വലിയ വർധനവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞ സീസണുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, ഈ ശബരിമലയിൽ ദർശനം നടത്തുന്നത് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഘട്ടത്തിൽ ചിലരെങ്കിലുമൊക്കെ സംശയം പ്രകടിപ്പിക്കാറുണ്ട്, ഇത്രയധികം ആളുകളൊക്കെ എത്താറുണ്ടോ എന്ന്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഇത് ഡേറ്റകൾ സഹിതമാണ്. അതായത് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നു, സ്പോട്ട് ബുക്കിംഗ് നടത്തുന്നു. അപ്പോൾ എത്ര ഭക്തർ എത്തി എന്നത് കൃത്യമായി അറിയാൻ സാധിക്കും. അവിടെ ഈ പണ്ടുള്ള ഒരു തിരക്കിലേക്ക് 1 ലക്ഷത്തിലേക്ക് വീണ്ടും എത്തുന്നു. ഈ സീസണിലെ ഒരു ഏറ്റവും ഉയർന്ന തിരക്ക് തന്നെയല്ലേ ഇത്? അഭിലാഷം 31-ാം തീയതിയും 1 ലക്ഷം കഴിഞ്ഞ തീർത്ഥാടകർ എത്തിയിരുന്നു. ഇന്നലെ 93,000 ആയിരുന്നു. ഇന്ന് അത് മിനിങ്ങാന്ന് 93,000 ആയിരുന്നു. ഇന്നലെ അത് വീണ്ടും 1 ലക്ഷം കടന്നിരിക്കുന്നു. 1,176,000 എന്നുള്ളതാണ് ഇന്നലത്തെ കണക്ക്. അതായത് ഓരോ ദിവസവും വലിയ തിരക്ക് തന്നെ തുടരുന്നു. ഇന്ന് രാവിലെയും നല്ല തിരക്കുണ്ട്. ഏതാണ്ട് 6 മണി വരെ മാത്രം 18,000 പേരെ മല കയറാൻ തുടങ്ങിയിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് കുറച്ചുകൂടി നിയന്ത്രണം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പമ്പയിലടക്കം വിവിധ സെഗ്മെന്റുകളായാണ് ഭക്തരെ കടത്തിവിടുന്നത്. ഏതാണ്ട് ഓരോ സെഗ്മെന്റിലും പമ്പയിലൊക്കെ ഏതാണ്ട് ഒരു 15-20 മിനിറ്റോളം തടഞ്ഞ് വെച്ച ശേഷം നിയന്ത്രിച്ചാണ് കടത്തിവിടുന്നത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ശബരിപീഠത്തിലടക്കം ശബരിപീഠം വരെ നല്ല തിരക്ക് ഉണ്ട് എന്നുള്ളതാണ് ഈ രാവിലെയും നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത് വരും ദിവസങ്ങളിലും തുടരാനുള്ള സാധ്യതയാണുള്ളത്. പ്രത്യേകിച്ച് സമീപ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ എണ്ണമാണ് വലിയ രീതിയിൽ കൂടിയിരിക്കുന്നത്. മലയാളികൾ പൊതുവെ ഈ ദിവസങ്ങളിൽ കുറവായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും തിരക്ക് തുടരുകയാണ് അഭിലാഷ. അത് ഓരോ ദിവസവും കഴിയുമ്പോഴും തുടർന്നു. ഇന്നലെ തന്നെ ദേവസ്വം ബോർഡ് പുറത്തുവിട്ട കണക്ക് പ്രകാരം മണ്ഡല തീർത്ഥാടന കാലത്ത് മാത്രം ഏതാണ്ട് 4 ലക്ഷത്തിലധികം തീർത്ഥാടകർ അധികമായി എത്തി എന്നുള്ളതാണ്. സ്വാഭാവികമായ മകരവിളക്കിലും അതേ രീതിയിൽ ഒരുപക്ഷെ മണ്ഡല തീർത്ഥാടന കാലത്തെക്കാളും അപ്പുറത്തേക്ക് ഒരു തിരക്ക് കൂടുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാഴ്ച. ശ്രീജിത്ത്, ഒരു കാര്യം കൂടി, അതായത് ഈ സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സീസൺ ആരംഭിച്ചപ്പോൾ ചർച്ചയുണ്ടായിരുന്നു. ഒരു പരിധിക്കപ്പുറത്തേക്കൊക്കെ സ്പോട്ട് ബുക്കിങ്ങിലൂടെ ആളുകൾ എത്തിയാൽ എന്ത് ചെയ്യും എന്നുള്ളത്. പക്ഷേ ആവർത്തിച്ച് സർക്കാരും ദേവസ്വം ബോർഡും പറഞ്ഞു ഒരു തീർത്ഥാടകൻ പോലും ദർശനം നടത്താതെ മടങ്ങില്ല എന്നുള്ളത്. ഈ സ്പോട്ട് ബുക്കിങ്ങിന്റെ സാഹചര്യം ഇപ്പോഴെന്താണ്? നിരവധി ഭക്തർ ഒരുപക്ഷെ നേരത്തെയൊക്കെ രജിസ്റ്റർ ചെയ്ത് അവർക്ക് വരാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമല്ലോ, ഇനിയിപ്പോൾ പോയാൽ പ്രവേശനം ഉണ്ടാകുമോ എന്നൊക്കെ. ഇപ്പോഴും സ്പോട്ട് ബുക്കിങ്ങിൽ വലിയ വർധനവാണോ? അങ്ങനെ എത്തുന്ന എല്ലാവർക്കും ഈ തിരക്കിനിടയിലും ദർശനം നടത്തി മടങ്ങാൻ പറ്റുന്ന സാഹചര്യമല്ലേ ഉള്ളത്? തീർച്ചയായും അഭിലാഷ്, സ്പോട്ട് ബുക്കിംഗ് എന്നുള്ളത് ഒരു സൗകര്യമായി വെച്ചിരിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഇന്നലെയും അതായത് സാധാരണ 70,000 പേർ ഓൺലൈൻ വഴി ബുക്കിങ്ങും 10,000 സ്പോട്ട് ബുക്കിങ്ങുമാണ് ഇവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇന്നലെ ഏതാണ്ട് അത് 26,000 കടന്നു എന്നുള്ളതാണ് സ്പോട്ട് ബുക്കിങ്ങിന്റെ എണ്ണം. 26,570 ഭക്തരാണ് ഇന്നലെ സ്പോട്ട് ബുക്കിംഗ് വഴി രജിസ്റ്റർ ചെയ്ത് സന്നിധാനത്തെത്തിയത്. സ്പോട്ട് ബുക്കിങ്ങിന്റെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം എരുമേലി കാനന പാത വഴിയുള്ള ഭക്തരുടെ എണ്ണം വലിയ നിലയിലേക്ക് കൂടിയിരുന്നു. സാധാരണഗതിയിൽ ഒരു 5,000 പേരാണ് വന്നിരുന്നതെങ്കിൽ അത് 20,000 എന്ന നിലയിലേക്ക് കടക്കുന്ന സാഹചര്യമാണ് ഈ കാനന പാത. അതുകൊണ്ടാണ് ഒരു പ്രത്യേക പാസ് നൽകുന്നതെല്ലാം
നിർത്തിവെച്ചത്. കാരണം അങ്ങനെ 20,000 പേർക്ക് പാസ് നൽകിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് മറ്റു പലയിടത്തും പല തർക്കങ്ങൾക്കും കാരണമാകും. അതായത് പമ്പയിൽ നിന്ന് തുടർന്ന് ഇങ്ങോട്ട് വരുന്നതെല്ലാം ഭക്തർ ഒരുമിച്ച് ചേർന്നാണ് വരുന്നത്. അപ്പോൾ അവർക്ക് മാത്രം ഒരു സൗകര്യം ഏർപ്പെടുത്തുക എളുപ്പമല്ല 20,000 പേർക്ക് എന്നുള്ളത് കൊണ്ടാണ് അതും മാറ്റിവെച്ചത്. അങ്ങനെ വലിയ ഭക്തരുടെ എണ്ണം കൂടുന്നു. അത് സ്പോട്ട് ബുക്കിങ്ങിലും കൂടുന്നുണ്ട്. അഭിലാഷ് നേരത്തെ ചൂണ്ടിക്കാണിച്ച വാചകം പോലെ ഇവിടെ എത്തുന്ന എല്ലാ ഭക്തർക്കും ദർശനം എന്നതാണ് ദേവസ്വം ബോർഡിന്റെ ഒരു തീരുമാനം. ഇത്തരം സാങ്കേതികമായ നടപടിക്രമങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഭക്തർക്കെല്ലാം ദർശനം നൽകുന്ന ഒരു രീതി തന്നെയാണ് ഈ തീർത്ഥാടന കാലത്ത് ആകെ നമുക്ക് കാണാൻ സാധിച്ചത്. ശ്രീജിത്ത് സന്നിധാനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ വളരെ കൃത്യമായി കാണാം. ശ്രീജിത്തിന് പിന്നാലെ തീർത്ഥാടകരിങ്ങനെ ഒഴുകുന്ന ഒരു കാഴ്ച. അത് ആൾക്കൂട്ടമായി, വലിയ ആൾക്കൂട്ടമായി ചെറിയ വേഗതയിൽ ദർശനത്തിനായി ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് ശബരിമലയിൽ ഇന്നും നല്ല തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് എന്ന് വേണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന്, ഒപ്പം ശ്രീജിത്തിൻ്റെ റിപ്പോർട്ടിങ്ങിൽ നിന്ന് മനസ്സിലാക്കാൻ. മറ്റു വാർത്തകളിലേക്ക് പോകും മുമ്പ് ഒരു ഇടവേള കൂടി. ന്യൂസ് 18 കേരളം ഷോപ്പ് ക്രെഡിറ്റ്സ്. അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. വിൻകോസ് മസാലകൾ, കറി പൗഡറുകൾ പതിവാക്കൂ ശുദ്ധമായതിനെ എന്നെന്നും. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. 28 രൂപയുടെ ക്യൂട്ടി സോപ്പിനൊപ്പം 10 രൂപയുടെ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് തികച്ചും സൗജന്യം. ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി. ക്യൂട്ടി ബ്രഷ് ആൻഡ് ബാത്ത് ഇപ്പോൾ 28 രൂപയുടെ ക്യൂട്ടി സോപ്പിനൊപ്പം 10 രൂപയുടെ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് തികച്ചും സൗജന്യം. ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി. ആക്ഷൻ ടെസ്സയുടെ HDHMR ബോർഡ് വേണം. എടോ ആ പച്ച ബോർഡ് ഇങ്ങെടുക്ക. പക്ഷേ ഇത് ആക്ഷൻ ടെസ്സയുടെ HDHMR ബോർഡ് അല്ലല്ലോ. എല്ലാ പച്ച ബോർഡുകളും ഒരുപോലെയാണ്. ഇത് ദീമക് ബോർ റെസിസ്റ്റന്റ് ആണോ? പിന്നെ വാട്ടർ റെസിസ്റ്റന്റ്? ഞങ്ങളില്ലേ ഇവിടെ. ഏതെങ്കിലും പച്ച ബോർഡ് HDHMR എന്ന് കരുതി വീട്ടിൽ കൊണ്ടുവന്നാൽ പശ്ചാത്തപിക്കും. കാരണം ആക്ഷൻ ടെസ്സയുടെ HDHMR ബോർഡ് മാത്രമാണ് വാട്ടർ, ടെർമൈറ്റ് കൂടാതെ ബോറർ റെസിസ്റ്റന്റ്. ശാന്തിഗിരി ഫെസ്റ്റ് 2024-25 ഡിസംബർ 20 മുതൽ ആഘോഷങ്ങളുടെ കാർണിവൽ ഒരുങ്ങുന്നു. 1,00,000 സ്ക്വയർ ഫീറ്റിൽ ഫ്ലവർ ഷോ. നമ്മുടെ സ്വന്തം കുട്ടേട്ടൻ ശാന്തിഗിരിയിലെത്തുന്നു. 72 ഇനം വിഭവങ്ങളുമായി ഉത്സവ സദ്യ. ആർത്തുല്ലസിക്കാം ഈ അവധിക്കാലം. പ്രകൃതിദത്തമായ ശാന്തിഗിരി ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ശാന്തിഗിരി ഓൺലൈനിലും ലഭ്യമാണ്. ഞങ്ങൾ ഒരു ടീം മാത്രമല്ല, ഒരു കുടുംബമാണ്. വിജയിക്കാനുള്ള ആവേശവും ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന മനോഭാവവും. ഇനി ഒരുമിച്ച് മുന്നേറാനുള്ള സമയമായി. കാണൂ KBFCയുടെ പോരാട്ടങ്ങൾ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ. സർ, ഫർണിച്ചർ ഏത് ബോർഡ് കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്? ബോയിലോ ബോർഡ് കൊണ്ട്. പറയുന്നത് വെള്ളം കൊണ്ട് കേടാകില്ലെന്നാ. തീ പിടിച്ചാൽ കത്തുകയുമില്ല, ചിതലും മറ്റു കീടങ്ങളും കൊണ്ട് ദ്രവിക്കുകയുമില്ല. റൈറ്റ്. ആക്ഷൻ ടെസ്സയുടെ ബോയിലോ ബോർഡ് ഫയർ റിട്ടാർഡന്റ് ആണ്. ബോയിലിംഗ് വാട്ടർ കൂടാതെ ബോറഡ് ടെർമൈറ്റ് പ്രൂഫ്. ആക്ഷൻ ടെസ്സയുടെ ബോയിലോ ബോർഡ് ഏറ്റവും മികച്ചത്, ഏറ്റവും ഉറപ്പാർന്നത്. ന്യൂസ് 18 കേരളം ഷോപ്പ് ക്രെഡിറ്റ്സ്. അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. വിൻകോസ് മസാലകൾ, കറി പൗഡറുകൾ പതിവാക്കൂ ശുദ്ധമായതിനെ എന്നെന്നും. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. 28 രൂപയുടെ ക്യൂട്ടി സോപ്പിനൊപ്പം 10 രൂപയുടെ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് തികച്ചും സൗജന്യം. ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി. രാവിലെ തുടരുകയാണ്. നമുക്ക് ആ മറ്റു വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് ഇത് സംഭവിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് അരങ്ങുണരും. പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ഇത്തവണ മാറ്റുരയ്ക്കുന്നത് 12,000-ലധികം പ്രതിഭകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതി ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ പരിഗണിക്കുന്നത് കോഴിക്കോട് സെഷൻസ് കോടതി. പ്രതികളും സർക്കാർ ഉദ്യോഗസ്ഥരും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. കോഴിക്കോട് DCCയുടെ നേതൃത്വത്തിൽ ഇന്ന് സത്യഗ്രഹം നടത്തും. DDE ഓഫീസിന് മുന്നിൽ നടക്കുന്ന സമരം ഉദ്ഘാടനം ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയാണ്. മലപ്പുറത്ത് നടക്കുന്ന ജമീ അനുരിയ സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല ഇന്ന് പങ്കെടുക്കും. സന്നദ്ധ
ദാന സമ്മേളനത്തോടനുബന്ധിച്ച് ഗരീബ് നവാസ് ഉദ്ഘാടനം ചെയ്യും. MK മുനീർ MLA സമ്മേളനത്തിൽ അധ്യക്ഷനാണ്. മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷന്റെ സന്ദർശനം ഇന്ന്. പ്രദേശവാസികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. ഭൂമി തർക്കത്തിൽ ഉടമസ്ഥാവകാശം അടക്കം വിശദമായി പരിശോധിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദങ്ങൾക്ക് പിന്നാലെ അമ്മയുടെ കുടുംബയോഗം ഇന്ന് ചേരും. രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആണ് യോഗം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദങ്ങൾക്കിടെയാണ് യോഗം. കനത്ത മഞ്ഞുവീഴ്ച തുടരുന്ന ഡൽഹിയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണുള്ളത്. 10 ഡിഗ്രി സെൽഷ്യസ് ആണ് രാവിലെ ഡൽഹിയിലെ താപനില. ജനുവരി 8 വരെ ഈ സാഹചര്യം തുടരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശക്തമായ മഞ്ഞുവീഴ്ചയെ തുടർന്ന് ട്രെയിൻ വ്യോമ ഗതാഗതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. വായു മലിനീകരണവും രൂക്ഷമാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറങ്ങും. എല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ AAP നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. കർഷകരുടെ മഹാപഞ്ചായത്ത് പഞ്ചാബിലെ കനൌരിയിൽ ഇന്ന് നടക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 2 ലക്ഷത്തോളം കർഷകർ പങ്കെടുക്കും എന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നിരാഹാര സമരം തുടരുകയാണ് കർഷക നേതാവ് ജഗജിത് സിംഗ് തല്ലേവാൾ. ഭോപ്പാൽ ദുരന്തത്തിന്റെ മാലിന്യ അവശിഷ്ടം സംസ്കരിക്കുന്നതിന് എതിരെയുള്ള പ്രതിഷേധം ഇന്നും തുടരും. മാലിന്യം സംസ്കരിക്കുന്ന പിതാംപൂർ മേഖലയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ നടന്ന ബന്ദിൽ സ്വയം തീ കൊളുത്തിയ 2 പേർ ഇപ്പോഴും ആശുപത്രിയിലാണ്. വനം വന്യജീവി നിയമ ഭേദഗതിക്കെതിരെ നടന്ന ജനകീയ യാത്രയിൽ UDF നേതാക്കൾ പങ്കെടുക്കാത്തത് തിരിച്ചടിയായി കരുതുന്നില്ല എന്നാണ് PV അൻവർ MLAയുടെ പക്ഷം. ഒരു ജനകീയ വിഷയം ആയതുകൊണ്ടാണ് ഇവരെയെല്ലാം ക്ഷണിച്ചത് എന്നാണ് അൻവറിന്റെ നിലപാട്. UDF നേതാക്കളുടെയും പ്രവർത്തകരുടെയും മനസ്സ് തൻ്റെ കൂടെ ആണ് എന്നും അൻവർ പറയുന്നു. നമ്മളിതൊരു ജനകീയ യാത്രയാണ്. ഈ വിഷയം ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണ്. നേതൃത്വം ഒക്കെ കാണേണ്ടത് ഇത് അത്രയും ജനകീയമായിട്ടുള്ളൊരു വിഷയമാണ്. അതിൽ സഹകരിക്കണോ സഹകരിക്കണ്ടേ എന്നുള്ളത് ആലോചിക്കേണ്ടത് ആ ലീഡർഷിപ്പാണ്. CV അനുമോദ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനുമോദ്, DCC അധ്യക്ഷനടക്കം വിട്ടുനിന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. അപ്പോഴും അൻവർ UDFിലേക്ക് എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണങ്ങൾ പരിശോധിക്കുമ്പോൾ അത്തരം ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാമല്ലോ, ഇതൊക്കെ അരങ്ങത്ത് നടക്കുന്ന ചർച്ചകളല്ല, അണിയറയിലാണ് ഇത്തരം ചർച്ചകളും നീക്കങ്ങളും ഒക്കെ നടക്കാറുള്ളത്. അതിൽ നിന്ന് എന്താണ് അനുമോദ് മനസ്സിലാക്കേണ്ടത്? ഈ UDFന് അപ്പുറത്തേക്ക് ഒരു സാധ്യതയുണ്ടോ? അഭിലാഷ്, നമ്മൾ കഴിഞ്ഞ ദിവസം PV അൻവറുമായി നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്നെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ജനകീയ യാത്രയിൽ UDF നേതാക്കൾ വിട്ടുനിൽക്കുന്നതിൻ്റെ ഒരു നിരാശ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഈ ഒരു യാത്ര അദ്ദേഹം ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭാവി നടപടികൾക്ക് കൂടി സഹായകമാകുന്ന തരത്തിലൊരു പ്രക്രിയയായിട്ടാണ് അദ്ദേഹം ഇതിനെ കണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും UDFന് കൂടി താല്പര്യമുള്ള, UDF കൂടി ഉന്നയിക്കേണ്ട ഒരു വിഷയത്തിൽ PV അൻവർ MLA വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു യാത്ര നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും UDF ഇതിൽ പങ്കെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് അത് നൽകുന്ന ഊർജ്ജം വലുതാകും. മാത്രമല്ല UDFിലേക്ക് കുറെ കൂടി അടുക്കുവാൻ ഇത് സാഹചര്യം ഒരുക്കുകയും ചെയ്യും. എന്നാൽ UDF നേതാക്കൾ ഇപ്പോൾ അതിൽ പങ്കെടുക്കുന്നില്ല. അൻവറിൻ്റെ മാത്രം യാത്രയാണെന്ന് K സുധാകരൻ കൂടി വ്യക്തമാക്കിയതോടെ ലീഗും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ലീഗ് നേതാക്കൾ ഇതിൽ UDF നേതൃത്വത്തെ എൻ്റെ തീരുമാനം എന്താണോ അതിനനുസരിച്ച് മുന്നോട്ട് പോകാം എന്ന നിലപാടിലാണ്. പക്ഷേ ഒരു കാര്യം, അൻവർ ഉന്നയിച്ച ഈ വിഷയത്തോട് ലീഗ് നേതാക്കൾക്കും കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾക്കും വലിയ പിന്തുണ നൽകുന്നുണ്ട്. മാനസികമായിട്ട് അവർ ഇതിനോട് അനുകൂലമായിട്ട് നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ E.T. മുഹമ്മദ് ബഷീറൊക്കെ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ വിഷയത്തിൻ്റെ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടാണ് അതിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ പാർട്ടി നേതൃത്വം പറയുന്ന പോലെ എന്ന തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്നാണെങ്കിലും കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് അൻവറിനോടുള്ള ഒരു സ്വരച്ചേർച്ചയില്ലായ്മയാണ് ഇതിൽ ഈ വിഷയങ്ങൾ കുറെ കൂടി
വഷളാക്കുന്നത് അൻവറിനെ സംബന്ധിച്ച് എന്ന് വേണം നമുക്ക് വിലയിരുത്തുവാൻ. കോൺഗ്രസിലെ ഒരു വിഭാഗം അൻവറിനോട് അനുകൂല സമീപനം സ്വീകരിക്കുമ്പോഴും മറുവശത്ത് അൻവറിനെ അത്ര സ്വീകാര്യമല്ലാത്ത രീതിയിൽ കണക്കാക്കുന്നവരുണ്ട്. അതുതന്നെയാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം വഴിയൊരുക്കിയിട്ടുള്ളത്. എന്നാൽ അൻവറിനെ സംബന്ധിച്ച് UDF പ്രവേശനം അടഞ്ഞ അധ്യായമൊന്നുമല്ല. പക്ഷേ വിചാരിച്ച അത്ര എളുപ്പമാകില്ല എന്ന് തന്നെ വേണം കരുതുവാൻ. ഒറ്റയ്ക്ക് നിന്ന് തൻ്റെ കരുത്ത് കാണിച്ച് തനിക്കൊപ്പം അണികളുണ്ടെന്ന് തെളിയിക്കുകയാണിപ്പോൾ അൻവർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. അത് ഏത് തരത്തിൽ ഈ UDFിലേക്ക് അൻവർ വരുന്നത് ഗുണം ചെയ്യും എന്നുള്ളതാണ് UDFിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നൊരു കാര്യം. രണ്ട് തരത്തിലാണ് കാര്യങ്ങൾ. ഒന്ന്, അൻവർ വന്നു കഴിഞ്ഞാൽ നിലമ്പൂർ സീറ്റിനെ സംബന്ധിച്ചുള്ള തർക്കം അത് കോൺഗ്രസിന് വലിയ തലവേദന ഉണ്ടാക്കുന്ന സാഹചര്യമാകും. മാത്രമല്ല മറുവശത്തിരുന്ന് കോൺഗ്രസിനെയും UDFിനെയും ഒക്കെ വലിയ തോതിൽ പ്രതിസന്ധിയാക്കിയ നേതാവ് UDFിലേക്ക് വരുമ്പോൾ നാളെ UDFിനെതിരെയും ഇതുപോലെ ഒരു സാഹചര്യം ഒരുക്കില്ല എന്ന് ഭയപ്പെടുന്നവരുമുണ്ട്. സ്വാഭാവികമായിട്ട് ഈ രണ്ട് കാര്യങ്ങളും തന്നെയാണ് കോൺഗ്രസിൽ അൻവറിനെ സ്വീകരിക്കുന്നത്, UDFിലേക്ക് സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് ആശങ്കയുയർത്തുന്നത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിലെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഭാവി ചർച്ചകളും പരിപാടികളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച്. തീർച്ചയായും ജനകീയ വിഷയങ്ങളിൽ അടക്കം ഇടപെട്ടുകൊണ്ട് കരുത്ത് കാണിക്കാനുള്ള നീക്കം അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സർക്കാരിനെ താഴെയിറക്കുന്നതിന് വേണ്ടി ആരുമായും സഹകരിക്കുമെന്ന തരത്തിൽ അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകുമ്പോഴും അത് UDFിലേക്ക് എന്ന ശ്രമം തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം കോൺഗ്രസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം പ്രതിപക്ഷ നേതാവായ VD സതീശൻ, അദ്ദേഹമാണ് സാധാരണ പൊതുവെ പല ചടങ്ങുകളിലും ഒക്കെ പങ്കെടുക്കാറുള്ളത്. എങ്കിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇത്തരം വേദികളിൽ കൂടുതൽ സജീവമാകുന്നുണ്ട്. രമേശ് ചെന്നിത്തല ഇന്ന് മലപ്പുറം പട്ടിക്കാട് ജമി അനൂരിയുടെ 60ാം വാർഷിക സമ്മേളനത്തിലെ ഒരു സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. MK മുനീറിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന ഗരീബ് നവാസ് എന്ന സെക്ഷൻ ആണ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുന്നത്. സമസ്ത സ്ഥാപനമാണെങ്കിലും പട്ടിക്കാട് ജമിയനൂരിയ മുസ്ലിം ലീഗിൻ്റെ നിയന്ത്രണത്തിൽ ആണ് പ്രവർത്തിക്കുന്നത്. മന്നം ജയന്തി ആഘോഷത്തോട് അനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയായിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത്. ജനുവരി അവസാനത്തോടെ BJPക്ക് പുതിയ ദേശീയ അധ്യക്ഷൻ എത്തും. സംസ്ഥാന അധ്യക്ഷന്മാരെ 15-ന് മുമ്പ് തെരഞ്ഞെടുക്കും. ഇതോടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ BJPയിൽ നേതൃമാറ്റത്തിന് കളം ഒരുങ്ങുകയാണ്. രാജീവ് ചന്ദ്രശേഖർ, MT രമേശ്, ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ പേരുകൾ ആണ് ചർച്ചയിൽ സജീവമായിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV വിനോദ് ആണ് ചേരുന്നത്. വിനോദ്, സുരേന്ദ്രൻ തുടർന്നേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. അതേസമയം സുരേന്ദ്രനെ നീക്കണം എന്ന് ഒരു വിഭാഗം അതിശക്തമായി ആവശ്യം ഉന്നയിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെയും അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ്റെയും രമേശിൻ്റെയും ഒക്കെ പേര് സജീവമായി കേൾക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? അഭിലാഷ്, വലിയ ചർച്ചകൾ അതോടൊപ്പം തന്നെ വിവാദം ഇതെല്ലാം തന്നെ BJPയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ച് കേരള ഘടകത്തിൽ തർക്കങ്ങൾ രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസവും കെ സുരേന്ദ്രൻ വിഭാഗത്തിനെതിരെ കൃഷ്ണദാസ് പക്ഷം കേന്ദ്ര നേതൃത്വത്തിന് കത്തയക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. വരണാധികാരി നാരായണൻ നമ്പൂതിരിയുടെ പേരെടുത്ത് പറഞ്ഞായിരുന്നു ഇത്തരത്തിലൊരു പരാതി പോയത്. മണ്ഡലം പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്നതിൽ ഏകപക്ഷീയമായ പെരുമാറ്റമുണ്ടാകുന്നു. പല സ്ഥലങ്ങളിലും പല തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള രീതികൾ ഒരേ രീതിയിലല്ല കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്ന ഒരു ആരോപണം താഴെ തട്ട് മുതൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വരെ പ്രതിഫലിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇത്തരത്തിലെ തർക്കങ്ങൾ ഉണ്ടാകുന്നത്. നേരത്തെ കെ സുരേന്ദ്രൻ തുടർന്നേക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. കേന്ദ്ര നിരീക്ഷകൻ വിളിച്ച ഓൺലൈൻ യോഗത്തിലാണ് അത്തരമൊരു സൂചന ഉണ്ടായത്. ഈ സൂചനയെ തുടർന്ന് കൃഷ്ണദാസ് പക്ഷ നേതാക്കൾ ആ ഓൺലൈൻ യോഗം ബഹിഷ്കരിച്ച് പുറത്തു പോകുന്ന നിലയുണ്ടായി. കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം ശോഭയുടെ പോസ്റ്റ് ആയി വന്ന വരികൾ അതെല്ലാം തന്നെ അവർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആദ്യത്തെ ഒരു വനിതാ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ശോഭാ സുരേന്ദ്രൻ BJPയെ നയിക്കാൻ കേരളത്തിലെത്തും എന്നുള്ള തരത്തിലുള്ള ചർച്ചകളും സജീവമാണ്. MD രമേശിന്റെ പേരുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം ചെറിയ വോട്ടുകൾക്കാണ് ശശി തരൂരിനോട് തിരുവനന്തപുരത്ത് പരാജയപ്പെട്ടത്. ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ BJPയെ നയിച്ചേക്കും എന്ന സൂചനകൾ കൂടി വരുന്നുണ്ട്. നേരത്തെ തന്നെ സുരേന്ദ്രന്റെ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ വിവാദങ്ങൾ ഇത് BJPയിൽ ഉണ്ടാക്കുന്ന
തമ്മിൽ തല്ല് ചെറുതല്ല. ആ തരത്തിൽ രൂക്ഷമായ തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ നേരത്തെ തന്നെ എത്തിയിരുന്നു. അവിടെയാണ് ആര് പുതിയ പ്രസിഡന്റായി എത്തും എന്നത് സംബന്ധിച്ചുള്ള ചോദ്യം കൂടുതൽ ശക്തമാകുന്നത്. ജനുവരി അവസാനത്തോടുകൂടി ദേശീയ അധ്യക്ഷനെ കണ്ടെത്തേണ്ടതുണ്ട്. JP നദ്ദ 2019 മുതൽ തുടരുകയാണ്. അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തിന് പകരം പുതിയ ആൾ വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസം പകുതിയോടുകൂടി സംസ്ഥാനങ്ങളിൽ പുതിയ അധ്യക്ഷന്മാരെ കണ്ടെത്താനുള്ള നടപടികൾ പൂർത്തിയാക്കും. അഭിലാഷ്, സംസ്ഥാന അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്ന നടപടികൾ പൂർത്തിയാകുന്നു. അതിനുശേഷം BJPയുടെ ദേശീയ നേതൃത്വത്തിലും മാറ്റമുണ്ടാകുന്നു. JP നദ്ദയ്ക്ക് പകരം ആര് ഇനി പാർട്ടിയെ നയിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നു. ഒപ്പം കേരളത്തിലെ നേതൃത്വത്തിൽ എന്ത് മാറ്റം എന്നുകൂടിയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതേസമയം ഇതേ BJPയുടെ തന്നെ മഹാരാഷ്ട്ര വിഷയത്തിലേക്ക് വരുമ്പോൾ അവിടെ ഏറെ പ്രതീക്ഷയോടെ BJP വിരുദ്ധ ചേരി രൂപീകരിച്ച മഹാവികാസ് അഘാഡി സഖ്യം പൊളിയുകയാണോ എന്നുള്ളതാണ് സംശയം. ശിവസേന ഉദ്ധവ് വിഭാഗം ഇന്ത്യ സഖ്യം വിടുമെന്ന അഭ്യൂഹങ്ങൾ ആണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഉദ്ധവ് താക്കറെ ഫഡ്നാവിസ് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പാർട്ടി മുഖപത്രമായ സാമ്നയിൽ ഫഡ്നാവിസിനെ പ്രശംസിച്ചുകൊണ്ടുള്ള ലേഖനം കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. 2019 തെറ്റിപ്പിരിഞ്ഞ BJPയും ഉദ്ധവ് താക്കറെയും വീണ്ടും ഒന്നിക്കുകയാണോ? മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് ഉദ്ധവിന്റെ മനംമാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ശക്തമാക്കിയത്. 2 ആഴ്ച മുൻപ് നടന്ന ഉദ്ധവ് ഫഡ്നാവിസ് കൂടിക്കാഴ്ച പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരുന്നു. ഇതിന് പിന്നാലെ ശിവസേന ഉദ്ധവ് വിഭാഗത്തിലെ പല നേതാക്കളും ദേവേന്ദ്ര ഫഡ്നാവിസിനെ പുകഴ്ത്തി രംഗത്തെത്തുകയും ചെയ്തു. പാർട്ടി മുഖപത്രമായ സാമ്നയിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിനെ പ്രശംസിച്ച ഇന്നലെ വന്ന ലേഖനമാണ് മുന്നണി മാറ്റ ചർച്ചകൾ സജീവമാക്കിയത്. വികസനത്തിന്റെ പുതിയ യുഗത്തിലേക്ക് മഹാരാഷ്ട്ര കടക്കുകയാണെന്നും ഫഡ്നാവിസിന്റെ പ്രവർത്തനം അഭിനന്ദനം അർഹിക്കുന്നു എന്നുമാണ് പാർട്ടി മുഖപത്രത്തിലെ പ്രശംസ. നക്സൽ സാന്നിധ്യം ശക്തമായ ഗഡ്ചിരോളിയിൽ ദേവേന്ദ്ര ഫഡ്നാവിസ് സന്ദർശിക്കുകയും വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു. ഈ മേഖലയിൽ പലരും നക്സൽ പ്രവർത്തനം ഉപേക്ഷിച്ച് മുന്നോട്ട് വരികയും ചെയ്തു. ഇതിലാണ് ശിവസേന ഉദ്ധവ് വിഭാഗത്തിന്റെ അഭിനന്ദനം. എന്നാൽ പാർട്ടി മുഖപത്രത്തിൽ വന്ന ലേഖനത്തിന് കേവലം പ്രശംസയ്ക്കപ്പുറം രാഷ്ട്രീയ മാനങ്ങൾ കാണേണ്ട എന്നാണ് സഞ്ജയ് റൌത്തിന്റെ പ്രതികരണം. बात है कि देवेंद्र फडणवीस को उनका जो हमने आज अभिनंदन किया है, सराहना की, क्यों किया? एक अच्छा काम किया है सरकार ने. जरूर हम अपोजिशन में बैठे हैं, लेकिन हमारी महाराष्ट्र से नाता है, राज्य हमारा है और इस राज्य में गढ़चिरौली जैसे जिले में जो नक्सलवाद है, वो नक्सलवादी अगर आत्मसमर्पण करते हैं. പൂനെ മുനിസിപ്പൽ കോർപ്പറേഷനിലെ ചില മുൻ കൗൺസിലർമാർ ഉദ്ധവ് സേന വിട്ട BJPയിലേക്കെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഉദ്ധവ് ഭായി താക്കറെയുടെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് മഹാവികാസ് അഘാഡി സഖ്യത്തിലെ മറ്റു പാർട്ടികളും, ഒപ്പം ഏക്നാഥ് ഷിൻഡെ വിഭാഗവും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞെട്ടിക്കുന്ന ഫലം ആയിരുന്നു നൽകിയത്. പ്രത്യേകിച്ച് BJPക്ക് അവിടെ ഒറ്റയ്ക്ക് തന്നെ ഭരിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു മെജോറിറ്റിയിലേക്ക് ജനങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ്. RSS കൂടുതൽ ഉണർന്നു പ്രവർത്തിച്ചതാണ് മഹാരാഷ്ട്രയിൽ അങ്ങനെ ഒരു നേട്ടത്തിന് കാരണം എന്ന ഒരു പൊതുവിലയിരുത്തൽ കൂടിയുണ്ട്. അതായത് ഹിന്ദുത്വ വിഷയത്തെ തന്നെ മുൻനിർത്തി മാത്രമേ മഹാരാഷ്ട്രയിൽ ഭാവിയുള്ളൂ. ഒരുപക്ഷെ RSSനേക്കാൾ BJPയേക്കാൾ അതിതീവ്ര ഹിന്ദുത്വം ആണ് ശിവസേനയുടേത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒരു NCP കോൺഗ്രസ് സഖ്യത്തിൻ്റെ ഒപ്പമൊക്കെ മുന്നോട്ട് പോയാൽ അത് ഭാവി അടഞ്ഞു പോകും എന്ന ഒരു തോന്നൽ ഒരു പക്ഷേ ഉദ്ധവ് താക്കറേക്ക് ഉണ്ടാക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതേസമയം പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ ഇന്ന് കർഷകരുടെ മഹാപഞ്ചായത്ത് നടക്കുകയാണ്. ഖനൌരി അതിർത്തിയിൽ രാവിലെ 10 മണിക്കാണ് മഹാപഞ്ചായത്ത് നടക്കുക. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 2 ലക്ഷത്തോളം പേർ പങ്കെടുക്കും എന്നാണ് കർഷക നേതാക്കൾ അവകാശപ്പെടുന്നത്. ദില്ലി ചലോ മാർച്ച് പുനരാരംഭിക്കുന്നത് ഉൾപ്പെടെ നിർണായകമായ പ്രഖ്യാപനങ്ങൾ ഇന്നത്തെ ഈ കർഷക പഞ്ചായത്തിലുണ്ടാകും. അതേസമയം കർഷക നേതാവ് ജഗജീത് സിംഗ് ദല്ലേവാളിൻ്റെ നിരാഹാര സമരം 40ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. കേന്ദ്രം ഇതുവരെ ചർച്ചയ്ക്ക് തയ്യാറാകാത്തതിനാൽ കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങണം എന്ന നിലപാടിൽ ആണ് കർഷകർ. കിരൺ ബാബു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. കിരൺ ബാബു, ഗുഡ് മോർണിംഗ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലം പ്രക്ഷുബ്ധമായ രാജ്യ തലസ്ഥാനം,
അതിനൊരു ഇടവേളയുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും കർഷക സമരം കൂടുതൽ കരുത്താർജിക്കുന്നു. നേരത്തെ നമുക്കറിയാം കർഷകരെ പലതവണ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. അതിനുശേഷമാണ് വിവാദമായ ബില്ലൊക്കെ പിൻവലിച്ചത്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ മുഖം തിരിക്കുന്നത്? കർഷകരുടെ നിലപാട് ഏത് തരത്തിൽ സമരം ശക്തിപ്പെടുത്തുക എന്നതാണ് കർഷകരുടെ നീക്കം. അഭിലാഷ്, കർഷക സമരത്തെ സംബന്ധിച്ച് നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. നവംബർ 26-നാണ് ജഗജിത് സിംഗ് ധല്ലേവാൾ നിരാഹാര സമരം ആരംഭിച്ചത്. അതിന്ന് 40 ദിവസം തികയുകയാണ്. അദ്ദേഹം തന്നെ വൈകാരികമായി കർഷകർക്ക് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. എല്ലാ കർഷകരും ഇതിൽ അണിനിരക്കണം, ഇത് വലിയ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്, തനിക്ക് നിങ്ങളെല്ലാം കാണണം എന്ന് ആഗ്രഹമുണ്ട് എന്നടക്കം. അങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകരാണ് ഇന്ന് ഈ മഹാപഞ്ചായത്തിലേക്ക് എത്തുന്നത്. കർഷക സമരത്തോട് കേന്ദ്ര സർക്കാർ പൂർണ്ണമായും മുഖം തിരിച്ചു നിൽക്കുകയാണ് എന്നുള്ളൊരു മനോഭാവം കർഷകർക്കടക്കമുണ്ട്. നേരത്തെ അടക്കം അത്തരം ചർച്ചകൾക്കൊക്കെ സർക്കാർ തയ്യാറായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചർച്ചകൾക്കടക്കം തയ്യാറാകുന്നില്ല. പഞ്ചാബ് സർക്കാരും ഈ കാര്യത്തിൽ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. പഞ്ചാബിലെ കൃഷിമന്ത്രി, കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന് കഴിഞ്ഞ ദിവസം ഒരു കത്തെഴുതിയിരുന്നു. ഈ വിഷയത്തിൽ അടിയന്തരമായി തന്നെ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കത്തെഴുതിയിരിക്കുന്നത്. ഈ അതിർത്തിയിലെ വലിയൊരു ലോറി യാർഡായിരുന്നു പഞ്ചാബിലൊക്കെ. ലോറി യാർഡ് ഏക്കറുകൾ കണക്കിന് വരുന്ന ലോറി യാർഡാണ്. അത്രത്തോളം വിശാലമായ ഒരു മൈതാനമാണ്. അതും അവിടെ മുഴുവൻ ടെൻറ്റുകൾ അടിച്ച് ആ ടെൻറ്റുകളിൽ ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് കർഷകർ അവിടെ തന്നെ ഉണ്ട്. ഈ കർഷകർക്ക് പിന്തുണയുമായി വിവിധ ആളുകളും മറ്റാളുകളും ഒക്കെ എത്തുന്നുണ്ട്. കർഷകർക്ക് ഭക്ഷണമടക്കമുള്ള സാധനങ്ങൾ എത്തിക്കുക, അവർക്ക് പാചകം ചെയ്യാനുള്ള സാധനങ്ങൾ അതെല്ലാം എത്തിച്ചുകൊണ്ട് മറ്റാളുകളും ഒക്കെ കർഷക സമരത്തിന് പിന്തുണയുമായിട്ടുണ്ട്. അങ്ങനെ വലിയൊരു തോതിൽ അവിടെ ഒരു ജനക്കൂട്ടം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ, വെളുപ്പിനെ മുതൽ തന്നെ നിരവധി കർഷകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസിൻ്റെ നിയന്ത്രണത്തിന് അതീതമായി തന്നെ അതിൽ കൂടുതൽ കർഷകർ ഇവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അത്രയേറെ കർഷകർ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ സമരത്തെ നിയന്ത്രിക്കുക പഞ്ചാബ് സർക്കാരിനടക്കം പ്രയാസമാവും. അത് മറ്റു തരത്തിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പഞ്ചാബ് സർക്കാർ കേന്ദ്ര സർക്കാരിന് മുൻകൂട്ടി തന്നെ കത്തെഴുതിയത്. ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ മധ്യസ്ഥനായി നിന്നുകൊണ്ട് പഞ്ചാബിലെ മുൻ DGP നരീന്ദർ ഭാർഗവ് കഴിഞ്ഞ പല തവണയായി കർഷക നേതാക്കളുമായി അനൌദ്യോഗികമായ ചില ചർച്ചകൾ നടത്തുന്നുണ്ടായിരുന്നു. ധല്ലേവാളുമായും കഴിഞ്ഞ ദിവസം അദ്ദേഹം അടച്ചിട്ട മുറിയിൽ അരമണിക്കൂറോളം ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ ചർച്ചയുടെ ഫലം എന്താണ് എന്നുള്ളത് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. മിനിമം സപ്പോർട്ട് പ്രൈസ് നിയമപരമായി നടപ്പാക്കുക എന്നുള്ള പ്രധാന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കർഷകർ തുടർച്ചയായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമരം തന്നെ ഈ ഫെബ്രുവരിയിൽ ആരംഭിച്ച സമരമാണ്. അന്ന് മുതൽ കർഷകർ ചെറുതും വലുതുമായ തുടർ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ ദില്ലി ചെലവ് മാർച്ച് നടത്താൻ 2 തവണ കർഷകർ തീരുമാനിക്കുകയും മാർച്ച് തുടങ്ങുകയൊക്കെ ചെയ്തെങ്കിലും അത് അന്ന് പോലീസ് തടഞ്ഞതിനെ തുടർന്ന്, അന്ന് അക്രമം ഉണ്ടായതിനെ തുടർന്ന് കർഷകർ തന്നെ മാർച്ച് നിർത്തിവെക്കുകയായിരുന്നു. ഇന്നിപ്പോൾ അത്തരത്തിൽ എന്താണ് സമരത്തിന് തുടർ നടപടികൾ, അത്തരം തീരുമാനങ്ങളും ഇന്നത്തെ ഈ മഹാപഞ്ചായത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കർഷകർ അവരുടെ സമരപരിപാടികളുടെ ഭാവി പ്രഖ്യാപനവും കൂടി ഇന്ന് ഉണ്ടായേക്കും, അല്ലെങ്കിൽ തീരുമാനങ്ങളെങ്കിലും ഇന്നുണ്ടാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. അതേസമയം ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുകയാണ്. ഡൽഹിയിലും അയൽ സംസ്ഥാനങ്ങളിലും കനത്ത മൂടൽമഞ്ഞാണ് ഉള്ളത്. 10 ഡിഗ്രി സെൽഷ്യസ് ആണ് രാവിലെ ഡൽഹിയിലെ താപനില. ജനുവരി 8 വരെ ഈ സാഹചര്യം തുടരുമെന്നാണ് അറിയിപ്പ്. ശക്തമായ മഞ്ഞുവീഴ്ച ട്രെയിൻ വ്യോമ ഗതാഗതത്തെ ബാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ വായു മലിനീകരണവും അതിരൂക്ഷമാണ്. ഗുണനിലവാര സൂചിക അതീവ മോശം കാറ്റഗറിയിലുമാണ്. സംസ്ഥാനത്ത് പ്രളയ ഭീഷണി വർദ്ധിച്ചതായി സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനം. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനത്തിൽ ആണ് കേരളം പ്രളയത്തിൻ്റെ അതീവ ഗുരുതര വിഭാഗത്തിൽ ആണ് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. 2018 പ്രളയമടക്കം നമുക്ക് മുന്നിലുള്ളപ്പോഴാണ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ പഠനം പുറത്തുവരുന്നത്. കേരള തീരത്ത് സമുദ്രനിരപ്പ് ഉയരുന്നത്, തീരത്തിന്റെ ഭൂപ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവയാണ് പ്രളയഭീഷണി വർദ്ധിക്കാൻ പ്രധാന കാരണങ്ങൾ. എന്നാൽ ചുഴലിക്കാറ്റ്, ഉഷ്ണതരംഗം എന്നിവയുടെ തീവ്രത കേരളത്തിൽ താരതമ്യേന കുറവാണെന്നും പഠനം വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് തീരപ്രദേശങ്ങളിലുണ്ടായ മാറ്റങ്ങളും സമുദ്രനിരപ്പ് ഉയരുന്നതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങളും താരതമ്യേന തീവ്രതയിൽ കൂടുതലായിരുന്നു. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം എന്നിവയുൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ കടൽനിരപ്പ് ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കോഴിക്കോട് ഉയർന്ന തീവ്രതാ വിഭാഗത്തിലുള്ള ജില്ലയാണ്. IPCC 6 അന്താരാഷ്ട്ര കാലാവസ്ഥാ പഠനത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഈ പുതിയ പഠനം. ഇന്ത്യയിലെ തീരപ്രദേശങ്ങൾക്ക് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം രൂക്ഷമാകുമെന്നത് ഇതിലൂടെ മനസ്സിലാകും. ഈ പഠനത്തിൽ 14 തരത്തിലുള്ള അപകട സാധ്യതകളെ അടിസ്ഥാനമാക്കി ഒരു സൂചിക തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സൂചിക പ്രകാരം കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ശാരീരിക അപകടങ്ങൾ ഏറ്റവും രൂക്ഷമായി ബാധിക്കാൻ സാധ്യതയുള്ള ഇന്ത്യൻ തീരദേശ പ്രദേശം ആന്ധ്രാപ്രദേശാണ്.
കടൽ നിരപ്പുയരൽ, വെള്ളപ്പൊക്ക സാധ്യത, തീരത്തെ മാറ്റം, ഉഷ്ണതരംഗം, ചുഴലിക്കാറ്റ് സാധ്യത തുടങ്ങിയ അപകടങ്ങൾ ബിസിനസ്സുകളെയും കമ്മ്യൂണിറ്റികളെയും സാമൂഹിക ആവാസ വ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് പഠനത്തിൽ പറയുന്നു. പടിഞ്ഞാറൻ തീരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് ചുഴലിക്കാറ്റ് അപകടങ്ങൾക്ക് ഉയർന്ന സാധ്യതകളുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മറ്റൊരു വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ ഉള്ളതാണ്. ലോകത്തിനാകെ ആശങ്കയായി ചൈനയിൽ പുതിയ വൈറസ് വ്യാപനം. HMPV വൈറസ് ബാധയെ തുടർന്ന് ചൈനയിലെ ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറയുകയാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതേസമയം ചൈനീസ് ആരോഗ്യ വിദഗ്ധരോ ലോകാരോഗ്യ സംഘടനയോ ഇങ്ങനെയൊരു രോഗബാധയുടെ സ്ഥിരീകരണം നടത്തിയിട്ടില്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ശ്രീജ ശ്യാം ആണ് ചേരുന്നത്. ശ്രീജ, ഗുഡ് മോർണിംഗ്. ചൈന വൈറസ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിലൊരു ആന്തലാണ്. നമ്മൾ എങ്ങനെയാണ് ആ കോവിഡ് കാലത്തെ അതിജീവിച്ചത്? ഇനിയും അങ്ങനെയൊന്നിലേക്ക് പോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ചൈനയിൽ നിന്നായതുകൊണ്ട് തന്നെ ഇതിലൊക്കെ വാർത്താ വ്യക്തത കൈവരുക എന്നതും ഏറെ ശ്രമകരമാണ്. എങ്കിലും നമുക്ക് കിട്ടുന്ന ഇൻപുട്ടുകൾ എങ്ങനെയാണ്? ഈ ആരോഗ്യ സംഘടന, അതായത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ഇങ്ങനെയൊരു വൈറസ് എന്നത് അത്ര ഭയക്കേണ്ട ഒരു വൈറസ് അല്ല എന്നുകൂടിയാണല്ലോ. ഗുഡ് മോർണിംഗ് അഭിലാഷ് പറഞ്ഞത് ശരിയാണ്. കാരണം ഇത് ചൈന വൈറസ്, പിന്നെയും ഒരു ജനുവരി, ഇതൊക്കെ ഈ ഘടകങ്ങളൊക്കെ ചേർത്ത് വായിക്കുമ്പോഴാണ് ഇതൊരു ആശങ്കയുടെ വാർത്തയായി മാറുന്നത്. സത്യത്തിൽ നവംബർ തൊട്ട് ചൈനയിലെ ആശുപത്രികളിൽ ശ്വാസകോശ സംബന്ധമായ രോഗികളുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഏതെങ്കിലും ഒരു പ്രത്യേക വൈറസ് ബാധയെ തുടർന്നാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധാരണമാം വിധത്തിലുള്ള ശ്വാസകോശ രോഗികളുടെ എണ്ണം കൂടുന്നതായോ ചൈന ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ഈ വാർത്ത പുറത്തു വരുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വന്ന ചില ദൃശ്യങ്ങളിൽ നിന്നാണ്. നീണ്ട ആശുപത്രി വരാന്തകൾ, അവിടെ മാസ്ക് ധരിച്ചിരിക്കുന്ന രോഗികൾ, ആശുപത്രി വരാന്തകളിലെല്ലാം രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ചുമയ്ക്കുന്ന രോഗികളുടെ വിഷ്വൽസ്, ഇങ്ങനെയുള്ള കുറേ ദൃശ്യങ്ങളിലൂടെയാണ് സത്യത്തിൽ ചൈനയിൽ ഇങ്ങനെയൊരു രോഗബാധയുണ്ട് എന്ന വിവരങ്ങൾ ചൈനയ്ക്ക് പുറത്തേക്ക് വരുന്നത്. അഭിലാഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചൈനയാണ് അവർ തീരുമാനിക്കുന്ന വാർത്തകൾക്കപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങളൊന്നും ലോകത്തിന് കിട്ടുക അത്ര എളുപ്പമല്ല. 2019 ഡിസംബർ 2020 ജനുവരി ഈ സമയത്ത് കൃത്യം 5 വർഷം മുൻപാണ് ഇതിന് സമാനമായ രീതിയിൽ ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ പുറത്തു വന്നത്. ലോകം പിന്നീട് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച കോവിഡ് കാലത്തേക്ക് നമ്മൾ കടന്നത്. പക്ഷേ ആ രീതിയിൽ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ പടർന്നു പിടിക്കുന്നത് HMPV, അതായത് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ്. ഇങ്ങനെയൊരു ശ്വാസകോശ സംബന്ധമായ അണുബാധ ഉണ്ടാക്കുന്ന വൈറസാണ് പടർന്നു പിടിക്കുന്നത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ HMPV എന്നത് അപ്പർ ലങ്സിനെയും അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റത്തെയും ലോവർ റെസ്പിറേറ്ററി സിസ്റ്റത്തെയും, അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ തൊണ്ട ഉൾപ്പെടെ വരുന്ന ഭാഗം, മുകൾ ഭാഗം. ലോവർ റെസ്പിറേറ്ററി എന്ന് പറയുന്നത് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട നേരിട്ട് വരുന്ന ഭാഗം, അതായത് ചുമ, ശ്വാസം മുട്ട്, ശ്വാസതടസ്സം, പനി, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളോടെ ഈ HMPV വൈറസ് പടർന്നു പിടിക്കുന്നു. ഇത് ഗണ്യമായ രീതിയിൽ തന്നെ ഈ വൈറസ് ബാധ ഉണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. നമുക്ക് വരും വാർത്തകളിലും ന്യൂസ് ടെൻസിലും ഒക്കെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് കുറച്ചുകൂടി വിശദമായി പരിശോധിക്കാം. ഇനി രാവിലെയിലെ സ്പെഷ്യൽ ഡേ സെഗ്മെന്റുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അശ്വതി അലക്സ്, ഇരുവരുടെയും 4ാമത്തെ വിവാഹ ആനിവേഴ്സറിയാണ് ഇന്ന്. ഇവർ പുളിയറക്കോണം സ്വദേശികളാണ്. എബ്രഹാം എന്നൊരു മോനുമുണ്ട്. ആ കുടുംബത്തിന് ആശംസകൾ അറിയിക്കുകയാണ് ന്യൂസ് 18. തിരുവനന്തപുരം മാണിക്യവിളാകത്തു നിന്നുള്ള ഹസീം അസ്ലാമിയ ദമ്പതികളുടെ മകൾ ആണ് അസ്ലഹ നസ്രീൻ. അസ്ലഹയുടെ 4ാമത്തെ പിറന്നാളാണ്. കുഞ്ഞുമോൾക്ക് എല്ലാവിധ ആശംസകൾ. അന്ന മനു മോഹന്റെയും അഖിലയുടെയും മകൾ ആണ്. അന്ന മനുവിനും എല്ലാവിധ ആശംസകളും. കണ്ണൂർ ശ്രീകണ്ഠാപുരം സ്വദേശി ആയിട്ടുള്ള അന്നയ്ക്ക് പിന്നാലെ വരുന്നത്
TP പ്രസാദ്, അതോടൊപ്പം തന്നെ ലിജി പ്രസാദ്, ഇരുവരുടെയും 15ാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ്. 1.5 പതിറ്റാണ്ട് എന്ന് തന്നെ പറയാം. എന്തായാലും ദാമ്പത്യ ജീവിതം അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. ഇനിയും ഇങ്ങനെ ഒരുപാട് നാൾ ഇരുവരും ഒരുമിച്ച് മുന്നോട്ട് പോകട്ടെ. കുടുംബത്തിന്, പ്രസാദിന്റെയും ലിജിയുടെയും കുടുംബത്തിന് എല്ലാവിധ ആശംസകളും. നമ്മളിന്ന് രാവിലെ ആരംഭിച്ചത് തന്നെ തിരുവനന്തപുരത്തെ കലോത്സവ വാർത്തകളിൽ നിന്നാണ്. അവിടെ കുട്ടികളുടെ കൂട്ടായ്മ, സൗഹൃദം, അവിടുത്തെ മത്സരങ്ങളുടെ ഒരു പെർഫെക്ഷൻ, അതിൻ്റെ ഒരു സാധ്യതയെല്ലാം നമ്മൾ കണ്ടതാണ്. അങ്ങനെ വലിയ ഒരു കൂട്ടായ്മയുടെ തുടക്കം. ഇനിയുള്ള 5 ദിനങ്ങൾ എന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ആണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തേക്ക്, അനന്തപുരിയിലേക്ക് എത്തുന്നത്. അങ്ങനെ കലയുടെ മാമാങ്കത്തിന് തിരികൊളുത്തുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ കേരളത്തിൻ്റെ കണ്ണും കാതും മനസ്സുമെല്ലാം തിരുവനന്തപുരത്തേക്ക് ആയിരിക്കും. കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ അവിടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ ഒരു മത്സരമായി ഇതിനെ കാണേണ്ടതില്ല, ഇതിനെ ഒരു ഉത്സവമായി കാണുക. അവിടെ വിജയിക്കുന്നവരുണ്ടാകും, പരാജയപ്പെടുന്നവർ ഉണ്ടാകും. എല്ലാവർക്കും ന്യൂസ് 18 ആശംസകളോടെ രാവിലെ പൂർണ്ണമാകുന്നു. നമസ്കാരം. സ്കൂൾ കലോത്സവ പരാതികൾ പരിഗണിക്കാൻ പ്രത്യേക ട്രൈബ്യൂണൽ സ്ഥാപിക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയും IAS ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന 3-അംഗ ട്രൈബ്യൂണലിനെ നിയോഗിക്കണം. കലോത്സവ പരാതികൾ പരിഹരിക്കാനായി വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താനാവില്ല എന്നും കോടതി. സംസ്ഥാന സ്കൂൾ കലോത്സവം നാളെ മുതൽ. വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് ജില്ലാ അതിർത്തിയായ തട്ടത്തുമലയിൽ ഏറ്റുവാങ്ങി. മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ആദ്യ ബാച്ചിന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണവും നൽകി. 12,000-ഓളം പ്രതിഭകളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതികളും സർക്കാർ ഉദ്യോഗസ്ഥരും ചേർന്ന് ഗൂഢാലോചന നടത്തിയതായി ക്രൈംബ്രാഞ്ച്. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കുക എന്നതായിരുന്നു പ്രതിയുടെയും കൂട്ടുനിന്നവരുടെയും ഉദ്ദേശം. കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ആണ് ക്രൈംബ്രാഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത്. കേസ് കോടതി നാളെ വീണ്ടും പരിഗണിക്കും. എറണാകുളം കലൂരിലെ വിവാദ നൃത്തപരിപാടി സംഘാടകർ ആയ മൃദംഗ വിഷൻ MD നികോഷ് കുമാറിന് ഇടക്കാല ജാമ്യം. ഈ മാസം 7-ാം തീയതി വരെയാണ് ജാമ്യം അനുവദിച്ചത്. നേരത്തെ അറസ്റ്റിലായ കമ്പനി MD ഷമീർ അബ്ദുൾ റഹീം, സ്റ്റേജ് കരാറുകാരൻ ആയ ബെന്നി, ഓസ്കർ ഇവന്റ് ഉടമ കൃഷ്ണകുമാർ എന്നിവരുടെ ഇടക്കാല ജാമ്യം നീട്ടി നൽകി. വടകരയിൽ കാരവാനിൽ യുവാക്കൾ മരിച്ചത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് എന്ന് കണ്ടെത്തൽ. ജനറേറ്ററിൽ നിന്നാണ് വാതകം ഉള്ളിൽ എത്തിയത് എന്ന് വിദഗ്ധ സംഘം. ശാസ്ത്രീയ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10-15 പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തം. മുൻ MLA കുഞ്ഞിരാമൻ അടക്കം മറ്റ് പ്രതികൾക്ക് 5 വർഷം തടവും കോടതി ശിക്ഷിച്ചു. രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒട്ടേറെ അമ്മമാരുടെയും സഹോദരിമാരുടെയും കണ്ണീർ വീണ മണ്ണാണിത്. ഓരോ കൊലപാതകത്തിന് പിന്നിലും വ്യക്തമായ ഗൂഢാലോചനയുണ്ടാകും. അതിനുശേഷം സമാധാന ചർച്ചയും രക്തസാക്ഷി അനുസ്മരണവും കുടുംബസഹായ ഫണ്ട് സ്വരൂപിക്കലും. ഇത് കാലാകാലങ്ങളായി കേൾക്കുന്ന രാഷ്ട്രീയ കേരളത്തിൻ്റെ കഥയാണ്. കൊന്നും കൊലവിളിച്ചും ചോര വീണ തീരാക്കളങ്കത്തിൻ്റെ ഇത്തരം കഥകൾ കുറേ പറയാനുണ്ട്. ഉറ്റവരെ നഷ്ടമായ നിരവധി കുടുംബങ്ങളുടെ വേദനയിൽ കേരളത്തിൻ്റെ മനസ്സ് മരവിച്ചിട്ടുണ്ട്. പെരിയയിലെ 2 അമ്മമാരുടെയും സഹോദരിമാരുടെയും ഉള്ളുപൊട്ടിയുള്ള കണ്ണീരിൽ ഈ നാടും കൂടെ കരഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കുടുംബത്തിനും ഈ അവസ്ഥ ഉണ്ടാകരുത്. അതിനുള്ള താക്കീതാണ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ വിധി. CPM നേതാക്കളടക്കം 14 പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. TP ചന്ദ്രശേഖരൻ വധക്കേസിന് ശേഷം രാഷ്ട്രീയ കേരളത്തെ നടുക്കിയ ഏറ്റവും ക്രൂരമായ ഇരട്ടക്കൊലപാതകം.
രാഷ്ട്രീയ എതിരാളികളുടെ ജീവനെടുക്കുന്ന നിഷ്ഠൂരമായ പകപോക്കലായിരുന്നു പെരിയയിലെ കൃപേഷിനെയും ശരത് ലാലിനെയും കൊലപ്പെടുത്തിയ കേസ്. 6 വർഷം നീണ്ട നിയമ പോരാട്ടം, 20 മാസം നീണ്ട വിചാരണ. ഒടുവിൽ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നു. 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. മുൻ MLA KV കുഞ്ഞിരാമനടക്കം മറ്റ് 4 പ്രതികൾക്ക് 5 വർഷം തടവ്. പ്രോസിക്യൂഷനും കോൺഗ്രസും വിധിയെ സ്വാഗതം ചെയ്തപ്പോൾ അപ്പീൽ പോകുമെന്നാണ് CPM നിലപാട്. കേസിലെ 1 മുതൽ 8 വരെയുള്ള പ്രതികളായ CPM പെരിയ ലോക്കൽ കമ്മിറ്റി മുൻ അംഗം A. പീതാംബരൻ, സജി സി ജോർജ്, KM സുരേഷ്, K. അനിൽകുമാർ, ഗിജിൻ, R. ശ്രീരാഗ്, അശ്വിൻ, സുബീഷ്, 10-ാം പ്രതി രഞ്ജിത്ത്, 15-ാം പ്രതി വിഷ്ണുസുര എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. മുൻ MLAയും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ, ഉദുമ മുൻ ഏരിയ സെക്രട്ടറി K. മണികണ്ഠൻ, പാക്കം മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി എന്നിവർക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് ശിക്ഷ. കുറ്റകൃത്യം അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നും ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്നും കോടതിയിൽ പ്രതിഭാഗം വാദിച്ചിരുന്നു. പ്രതികൾ സ്ഥിരം കുറ്റവാളികളല്ല, മനപരിവർത്തനത്തിന് സാധ്യതയുണ്ട്, പല സാക്ഷിമൊഴികളിലും വൈരുദ്ധ്യമുണ്ട് തുടങ്ങിയ വാദങ്ങളും പ്രതികൾ നിരത്തി. 1-ാം പ്രതിയായ CPIM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന A. പീതാംബരൻ ഉൾപ്പെടെ 8 പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞിരുന്നു. T. രഞ്ജിത്ത്, A. സുരേന്ദ്രൻ എന്നിവർ തെളിവ് നശിപ്പിച്ചതായും പ്രതികളെ സംരക്ഷിച്ചതായും കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊലക്കുറ്റം, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾക്കാണ് 10 പ്രതികൾക്ക് CBI കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. 2-ാം പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയെന്ന കുറ്റം ചുമത്തിയാണ് മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പേർക്ക് 5 വർഷം തടവ് ശിക്ഷ. റെയറസ്റ്റ് ഓഫ് റെയർ കേസ് എന്താണെന്നുള്ളത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് അതിൻ്റെ പെർവിയിൽ എന്തെന്നാലും വരുന്നില്ല. അതുകൊണ്ടാണ് ലൈഫ് ഇംപ്രിസ്മെൻറ്റിനേക്കാളും പിന്നെ തൊട്ട് അടുത്ത പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് തന്നെയാണ്. അപ്പോൾ സ്വാഗതം ചെയ്യുന്നു. ഇത് തന്നെയാണ് ഏറ്റവും മാക്സിമം പണിഷ്മെൻറ്റ് കിട്ടാൻ പറ്റുന്നത്. KV കുഞ്ഞിരാമനടക്കം 4 CPIM നേതാക്കൾക്ക് കുരുക്കായത് മാധ്യമപ്രവർത്തകന്റെ മൊഴിയാണ്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിക്കുന്നതിന് സാക്ഷിയായ ദീപിക റിപ്പോർട്ടർ മാധവന്റെയും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെയും മൊഴി നിർണായകമായി. പ്രതികൾക്കെതിരായ കുറ്റം സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചുവെന്ന് കോടതി നിരീക്ഷിച്ചു. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും 20 മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷമായിരുന്നു വിധി പ്രഖ്യാപനം. 24 പ്രതികളിൽ 10 പേരെ കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു.